പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായിട്ടുള്ള നല്ല സഭായോഗത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ വൻകരകളിൽ വിശുദ്ധന്മാർ ആരാധിക്കുന്ന ഈ സഭായോഗത്തിൽ നമ്മുടെ ചെറിയ കൂട്ടത്തിൻ്റെ നടുവിലും കർത്താവിൻ്റെ വിലപ്പെട്ട സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു അന്തരീക്ഷമല്ല. സാധാരണ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് പാട്ടിലോ പ്രസംഗത്തിലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷനെയൊക്കെയാണ് പലരും ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. പ്രസൻസ് എന്ന വാക്കിന് അതിൻ്റെ എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം പാനീം എന്ന ഒരു എബ്രായ പദമാണ്. സ്തോത്രം. അതിൻ്റെ അർത്ഥം ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്സ് ഫേസ് എന്നാണ്. ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ അർത്ഥം ദൈവത്തിൻ്റെ മുഖത്തിന് മുൻപിലേക്ക് വരിക. നാം ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിനകത്താണെങ്കിൽ നിശ്ചയം അവൻ്റെ മുഖം ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്തോത്രം. അവൻ്റെ മുഖത്തിനൊരു പ്രത്യേകതയുണ്ട്. മരണത്തെ ഭയന്ന് ആഗാവിനെയും ഇസബേലിനെയും ഭയന്ന് ഓടി ഹോരേബിനകത്ത് കയറിയ ഏലിയാവിനോട് ദൈവം പറയുന്നു, ഗുഹയ്ക്കകത്തു നിന്നിറങ്ങി നീ എൻ്റെ മുൻപാകെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നീ എൻ്റെ സാന്നിധ്യത്തിൽ വന്ന് നിൽക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? നീ മരണത്തെ ഭയന്നോടി വന്നവനാണ്, ഇസബേലിനെയും ആഗാവിനെയും ഭയന്നോടി വന്നതാണ്, പക്ഷെ നീ ഇപ്പം നിൽക്കുന്നത് എൻ്റെ മുമ്പിലാണ് എന്ന് പറഞ്ഞാൽ മരണത്തിന് തൊടാൻ കഴിയാത്ത സ്ഥലത്താണ് നീ നിൽക്കുന്നത്. മന്ത്രവാദിക്ക് തൊടാൻ കഴിയാത്ത സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും സേഫായൊരു പ്ലേസ് ഉണ്ടെങ്കിൽ അതവൻ്റെ സാന്നിധ്യമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ഹോളിനകത്ത് ആ സാന്നിധ്യത്തെ എൻജോയ് ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. വളരെ വേഗം തിരുവിടത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. കർത്താവിൻ്റെ മേശയുള്ളത് കൊണ്ടും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിരുവചന ഭാഗം നമുക്ക് ഇന്ന് ധ്യാനിക്കാം. ബൈബിൾ തുറന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 24-ാമത്തെ വാക്യം നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ബൈബിളുള്ള എല്ലാവരും ബൈബിൾ തുറന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. വലിയ ഒരു പ്രസംഗത്തിനുള്ള വാക്യമാണ്. ആ വാക്യത്തിൻ്റെ സെക്കൻഡ് പോർഷൻ മാത്രം നമ്മൾ ഇന്ന് പകൽ ഒന്ന് ധ്യാനിക്കാൻ പോകുന്നു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇന്ന് ഈ ഹാളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വാ തുറന്ന് കൃപ പ്രാപിച്ചവർ പറയണം, എന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. എത്ര പേർ ആമേൻ പറയാൻ തയ്യാറാകുന്നുണ്ട്? ചില രോഗാത്മാവിനെ നോക്കിയിട്ട് പറയണം, ഈ രോഗത്തിന് എന്നെ പിടിക്കാം, പക്ഷെ എന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. സാമ്പത്തിക ഞെരുക്കത്തെ നോക്കിയിട്ട് വിളിച്ചു പറ, എന്നെ പിടിക്കാം, എന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. ഏത് പൈശാചിക പോരാട്ടമുണ്ടെങ്കിലും അതിനെ നോക്കിയിട്ട് പറ, കൃപ ലഭിച്ചവർ വാ തുറന്ന് പറ, എന്നെ പിടിച്ചേക്കാം, പക്ഷെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. ഇതൊരു ക്ലെയിമാണ്. സ്തോത്രം. വാ തുറന്ന് എന്ത് ചെയ്യണം? പറയണം, എന്നെ പിടിച്ചു വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വാ തുറന്ന് പറയാൻ പറയുന്നത്? സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ പിന്നെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ പോരെ. പക്ഷേ അതുകൊണ്ട് രക്ഷയാകുന്നില്ല. വാ കൊണ്ട് എന്ത് ചെയ്യണം? അത് ക്ലെയിമാണ്. നാം ക്ലെയിം ചെയ്യണം. അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. സ്തോത്രം. 1 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ശമൂവേൽ ഒരു ക്ലെയിം നടത്തി, വാ തുറന്നൊരു പ്രഖ്യാപനം നടത്തി. സ്തോത്രം. ആ പ്രഖ്യാപനം ഇങ്ങനെയാണ്: യഹോവ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞ് അവൻ ആ സ്ഥലത്തിന് ഏബനേസർ എന്ന് പേരിട്ടു. എവിടെയായി നടന്നതെന്നറിയാമോ? ഒരു ഉപവാസപ്രാർത്ഥന നടത്തി. ശമൂവേൽ 7-ാം അധ്യായം വായിക്കുന്നുണ്ട്. ഉപവാസപ്രാർത്ഥനയ്ക്ക് അനന്തരമായി ശമൂവേൽ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്ത് മിസ്പയിൽ നാട്ടിയിട്ട് പറഞ്ഞു, ഒരു പ്രഖ്യാപനം, യഹോവ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് ഒരു പേരിട്ടു, ഏബൻ ഏസർ. എന്ന് പറഞ്ഞാൽ
വാ തുറന്ന് പ്രഖ്യാപിക്കണം, ദൈവം എന്നെ സഹായിക്കും. സ്തോത്രം. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ കണ്ട ഒരു ഡെലിവറൻസ് പറയാം. സ്തോത്രം. അവിടെ ഈ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവരുടെ ബദ്ധശത്രുക്കളായ ഫെലിസ്ത്യർ ഒരു വാർത്ത കേട്ടു. അവിടെ എന്ത് നടക്കുകയാണ്? ഉപവാസം നടക്കുകയാണ്. ഇപ്പം ചെല്ലുകയാണെങ്കിൽ സകല ആളുകളെയും കൂടെ ഒരുമിച്ച് തീർക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഉപവാസം എന്ന് പറയുന്നത് ചെറിയ പരിപാടിയൊന്നുമല്ല. ഉപവാസം നടക്കുമ്പോൾ പിശാച് മറുസൈഡിൽ പ്ലാനുകൾ ഒരുക്കും. സ്തോത്രം. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ടല്ലേ കർത്താവ് പത്രോസിനോട് പറഞ്ഞില്ലേ, പത്രോസേ, ശീമോനെ, ഗോതമ്പ് പോലെ നിന്നെ പാറ്റാൻ എന്നോട് അനുവാദം ചോദിച്ചു, പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നാം അറിയാതെയും നമുക്കെതിരെ ആലോചനകൾ പലതുമുണ്ട്. എന്നാൽ അറിവ് കൂടാതെ ആലോചനയെ അബദ്ധമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്ന് പറഞ്ഞാൽ നീ അറിഞ്ഞില്ലെങ്കിലും നിൻ്റെ അറിവില്ലാതെ നിനക്കെതിരെ വരുന്ന പല ആലോചനകളെയും ദൈവം മറിച്ച് കളയുന്നുണ്ട്. സ്തോത്രം. നോക്കി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. ഇവിടെ ഒരു ഫാസ്റ്റിംഗ് നടക്കുന്നു. അപ്പുറത്തെ സൈഡിൽ ഫെലിസ്ത്യൻ അറിയുന്നു ഇവിടെ എന്ത് നടക്കുക? മിസ്പയിൽ ഒരു ഉപവാസം നടക്കും. ചില ആളുകൾ ഉപവസിക്കുന്നെങ്കിലും പിശാച് പോലും അറിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ചിലരുടെ ഉപവാസം സാത്താൻ പോലും അറിയുന്നില്ല. പക്ഷെ ഇവിടെ ഇവർ ഉപവസിച്ചത് ആരറിഞ്ഞു? ഫെലിസ്ത്യൻ അറിഞ്ഞു. ഒരു ഉപവാസം നടത്തിയാൽ പിശാചിൻ്റെ മാളത്തിൽ ഒരു കുഴുബോംബെങ്കിലും പൊട്ടിക്കാൻ പറ്റിയില്ല, പിന്നെ ആ ഉപവാസം കൊണ്ട് കാര്യമൊന്നുമില്ല. സ്തോത്രം. നോക്കിക്കേ. പക്ഷേ ഈ മിസ്പയിലേക്ക് ഇവർ വന്നു. അത് വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫെലിസ്ത്യൻ വരുന്ന വാർത്ത അറിഞ്ഞതും ഉപവാസ പ്രാർത്ഥനയ്ക്ക് എത്തിയിരുന്നവരെല്ലാം ഭയന്നു. പിശാചിൻ്റെ ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഫാസ്റ്റിങ്ങിലിരിക്കുന്നവരെ മെൻ്റലി ടോർച്ചർ ചെയ്യാൻ അവൻ പുറത്ത് പല രീതിയിലുള്ള ചലനങ്ങൾ നടത്തും. സ്തോത്രം. നിൻ്റെ കോൺസെൻട്രേഷൻ കളയാൻ, മെൻ്റലി നിന്നെ അസ്വസ്ഥനാക്കാൻ, അത് നിൻ്റെ ഫാസ്റ്റിങ്ങിൻ്റെ പവർ നഷ്ടപ്പെടുത്താൻ പല രീതിയിലുള്ള യുദ്ധം നടത്തും. ഇവൻ വരുന്നെന്നറിഞ്ഞതും ഇവരുടെ അകത്ത് മുഴുവൻ അസ്വസ്ഥതയുണ്ടായി. ഇവർ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ശമൂവേൽ ഒരു ആട്ടിൻകുട്ടി എടുത്ത് യഹോവയ്ക്ക് യാഗം കഴിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതെ, പ്രാർത്ഥനയുടെ ഫൈനൽ എന്താ സംഭവിച്ചത്? ഫെലിസ്ത്യർ പുറത്തു വരികയും പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരിടിയും മുഴക്കവും വെളിപ്പെട്ടു. ഫെലിസ്ത്യർ ഭയന്നോടി. ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ഈ ഇടിയും മുഴക്കവും ഇതെവിടെ നിന്നായി വരുന്നത്? കൂടെ കൂടെ പലയിടത്തും, പുറപ്പാട് പുസ്തകത്തിലാണെങ്കിൽ കൂടെ കൂടെ കാണുന്നുണ്ട് ഇടിയും മുഴക്കവും വരുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്കതിൻ്റെ മർമ്മം പിടികിട്ടി, ഇത് എവിടെ നിന്നാണ് കയറി വന്നതെന്ന്. വെളിപ്പാട് പുസ്തകം എനിക്ക് തോന്നുന്നു 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഇടിയും നാദവും മിന്നലും പുറപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ജനത്തിനു വേണ്ടി വെളിപ്പെടുന്ന നാദം ദൈവസിംഹാസനത്തിൽ നിന്നാണ്. സ്തോത്രം. ജനത്തിനു വേണ്ടി വെളിപ്പെടുന്ന ഇടിമുഴക്കങ്ങൾ ദൈവസിംഹാസനത്തിൽ നിന്നാണ്. ഇന്ന് പകലും ഇടിമുഴക്കാം ദൈവം ശക്തനാണ്. സ്തോത്രം. നീ അറിയാതെ ചില നാദങ്ങൾ നിനക്ക് വേണ്ടി ചലിപ്പിക്കാൻ അവൻ ശക്തനായ ദൈവമാണ്. നോക്കിക്കേ, ഇവിടെ എന്നെ വളരെ ചിന്തിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഈ സംഭവത്തിന് ശേഷം ശമൂവേൽ ഒരു പ്രഖ്യാപനം നടത്തി. യഹോവ ഇത്രത്തോളം ഞങ്ങളെ എന്ത് ചെയ്തു? സഹായിച്ചു. എന്നിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റി. ഞാൻ ചോദിക്കുന്നു, ആ സ്ഥലത്തിൻ്റെ പേരിനെന്താ ശമൂവേലെ പ്രശ്നം? നല്ല പേരല്ല, മിസ്പ. നമ്മുടെ പല ആളുകളും പേരിട്ടുണ്ട്, മിസ്പ, ചർച്ചക്കോട് എന്നൊക്കെ പേരിട്ടുണ്ട്. ശമൂവേൽ പറഞ്ഞു, ഈ പേര് നമുക്ക് വേണ്ട. എന്താ ഈ പേര് നമുക്ക് വേണ്ടെന്ന് പറയാൻ കാര്യം? ഈ പേരിട്ടത് നല്ലൊരു പാർട്ടിയല്ല ഈ പേരിട്ടത്. പണ്ട് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പേരിട്ട പുള്ളിയുടെ പേര് ലാബാൻ എന്ന. സ്തോത്രം. മനസ്സിലായില്ലേ? അന്ന് ലാബാനും യാക്കോബും തമ്മിൽ ഫൈനലി ഇവർ തമ്മിൽ പിരിയുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് ഒരു കല്ലെടുത്ത് നാട്ടി. എന്നിട്ട് അതിനവർ പേരിട്ടു, 1 സാക്ഷ്യകൂടാരം, 1, 2 ഗലേദ്, 3 മിസ്പ. ഇത് 3 ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ വേറെ വേറെ ഭാഷാന്തരമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് അവരിട്ടതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇവിടുന്ന് അങ്ങോട്ടൊരാൾ വരത്തില്ല, അവിടുന്ന് നീ ഇങ്ങോട്ട് കിടക്കരുത് എന്ന് പറഞ്ഞ് ലാബാൻ അവൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലും യാക്കോബ് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലും എന്ത് ചെയ്തു? ഒരു ഉടമ്പടി വെച്ചു. അന്നിട്ട പേരാണ് ഏത്? മിസ്പ എന്ന് പറഞ്ഞാൽ, മിസ്പ എന്ന വാക്കിൻ്റെ അർത്ഥം കാവൽ മാടം. സ്തോത്രം. അപ്പം എന്തിനെയാ കാവൽ നിർത്തിയെന്നറിയാമോ? ലാബാൻ കാവൽ നിർത്തിയത് അവൻ്റെ ദൈവത്തെയാണ് കാവൽ നിർത്തിയത്. സ്തോത്രം. ഇവിടെ ശമൂവേൽ എന്താ ചെയ്തതെന്നറിയാമോ? വർഷങ്ങളായിട്ട് ലാബാൻ നിർത്തിയ കാവൽ മാടത്തെ ശമൂവേൽ ഉപവാസ പ്രാർത്ഥന നടത്തി പൊളിച്ചു. സ്തോത്രം. ഇന്ന് പകൽ ചില കാവൽ മാടങ്ങൾ പൊളിയാൻ പോകുകയാ. സ്തോത്രം. ദൈവാത്മാവിനോട് പറയുന്നു, നിന്റെ അപ്പൻ്റെ കാലം മുതൽ നിന്റെ കുടുംബത്തിനെതിരെ ചലിക്കുന്ന ചില പൈശാചിക കാവൽ മാടങ്ങളെ ഇന്ന് പകലത്തെ യോഗത്തിൽ അഭിഷേകം പ്രാപിച്ചവർ ആത്മനിറവിൽ ആത്മാവിൽ തന്നെ ജയിക്കാൻ തയ്യാറാകട്ടെ. ചില കാവൽ മാടങ്ങളെ ദൈവാത്മ പൊളിച്ചിട്ട് ഒരു പുതിയ പേര് വെളിപ്പെടാൻ പോകുകയാണ്.
സുഡമനഹദരഘടക ശബ്ദരാധരക്ഷസീയ ഉറമനജല വൈഡമനാജകൾ ഒരതിരിനപ്പുറത്തോട്ട് കയറി വരാതിരിക്കാൻ നിനക്കെതിരെയുള്ള കാവൽമാടങ്ങളെ ദൈവാത്മാവിന്റെ പകൽ പൊളിക്കുന്നു. ആ കാവൽമാടം പൊളിച്ചു. എനിക്കറിയത്തില്ല, കാരണം കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു വർഷങ്ങളായിട്ടുള്ള ചില കാവൽമാടങ്ങൾ ഇപ്പോഴും ആക്റ്റീവാണ്. മനസ്സിലായില്ലേ? നീ പറയുന്ന ചെറിയ അന്യഭാഷയിലൊന്നും പൊളിയുന്നില്ലെന്ന്. ഇന്ന് പകലിൽ കൃപയുള്ളവൻ ആത്മാവിൽ ചലിച്ചോണം. സ്തോത്രം. നോയിക്ക് ബർബരന്മാർക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഇപ്പം ചത്തു വീഴുമെന്ന്. ബർബരന്മാർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു ഇപ്പം പൗലോസ് ചത്തു വീഴുമെന്ന്. പക്ഷേ അവർ നോക്കി നിൽക്കുമ്പോൾ എറിഞ്ഞിട്ട് ഇവൻ എഴുന്നേറ്റ് വരിക. സ്തോത്രം. ഒരു കാര്യം കർത്താവ് പറയുന്നത്, കാവൽമാടം പൊളിയാണ് ഇന്ന് പകൽ. സ്തോത്രം. നോക്കിക്കേ, കാവൽമാടം പൊളിച്ചിട്ട് ഒരൊറ്റ പ്രഖ്യാപനം. എന്താ? യഹോവ ഞങ്ങളെ ഇത്രത്തോളം എന്ത് ചെയ്തു? സഹായിച്ചു. അവിടെ ഒരു അടുത്ത പദം എന്താ എഴുതിയേക്കുന്നത് അറിയാവോ? അടുത്ത സെന്റൻസ് 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അറിയോ? ഇങ്ങനെ ഫെലിസ്ത്യൻ ഒതുങ്ങി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. നിങ്ങളോട് പറയാൻ പറ്റുന്നതാണെന്നോ എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഇന്ന് ഈ ദൂത് പറയാനാണ് നിയോഗം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നോക്കിക്കേ, എങ്ങനെയാ ഫെലിസ്ത്യൻ ഒതുങ്ങുന്നത്? ഒറ്റ പ്രഖ്യാപനം. എന്താ പ്രഖ്യാപനം? ഇത്രത്തോളം യഹോവ ഞങ്ങളെ എന്ത് ചെയ്തു? സഹായിച്ചു. എൻ്റെ ദൈവമേ, ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ ചിലതൊക്കെ ഒതുങ്ങും. മനസ്സിലായില്ലേ? ഇടംബലം നോക്കണ്ട. ഇന്ന് പകലിൽ വാ തുറന്ന് യഹോവ എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറയെ ഇത്രത്തോളം സഹായിച്ചെന്ന് അന്തരീക്ഷ മണ്ഡലത്തെ നോക്കി നീ പ്രഖ്യാപിക്ക്. ഇന്ന് പകൽ ചിലതൊക്കെ ഒതുങ്ങാൻ പോകുകയാണ്. നിനക്കെതിരെ ചലിച്ച ചിലതൊക്കെ ഇന്ന് പകൽ യോഗത്തിൽ നീ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ചിലതൊക്കെ ഒതുങ്ങി മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രഖ്യാപിക്കാൻ തയ്യാറാകുക. ചിലതൊക്കെ ഒതുങ്ങാൻ പോകുന്നു. ഞാൻ നിങ്ങളോട് പറയാം, പാസ്റ്റർ ഞങ്ങൾ വീട്ടിൽ പോയി പ്രഖ്യാപിച്ചോളാം. വീട്ടിൽ പോയി നീ പ്രഖ്യാപിച്ച ഒതുങ്ങുകയല്ല. എന്താ അതിൻ്റെ കാര്യം എന്നറിയാം? ഞാൻ പറയാം. ഈ സ്പീഡ് ബോട്ട് കണ്ടിട്ടുണ്ടല്ലോ? സ്പീഡ് ബോട്ട്. ഈ സ്പീഡ് ബോട്ട് നിങ്ങളുടെ നാട്ടിലെ സ്കൂൾ ഗ്രൗണ്ടിൽ കൊണ്ടിട്ടാൽ ആ സ്പീഡ് ബോട്ട് ഓടത്തില്ല. ഓടുമോ? ഇല്ല. അതിന് കീ കൊടുത്താൽ അത് മണ്ണിനകത്ത് കിടന്ന് മണ്ണ് തെറിപ്പിച്ച് അപ്പടെ നിൽക്കും. പക്ഷേ ഇതേ സ്പീഡ് ബോട്ട് കുമരകത്ത് ആറ്റിക്കൊണ്ടിട്ടാൽ മിന്നൽ പോലെ പോകും. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ആ സ്പീഡ് ബോട്ടിന് ചലിക്കാനുള്ള അന്തരീക്ഷം അവിടെ വേണം. ഈ ഹോളിനകത്ത് ഇപ്പോൾ ഒരു വലിയ അന്തരീക്ഷം ചലിക്കുന്നുണ്ട്. സ്തോത്രം. ഈ ആത്മീയ അന്തരീക്ഷത്തിനകത്ത് പ്രഖ്യാപിക്കാൻ മനസ്സുള്ളവൻ പ്രഖ്യാപിക്ക്. നിനക്കെതിരെ ചലിച്ച ചിലത് ഒതുങ്ങാൻ പോകുകയാണ്. ഇന്ന് വരെ നീ കണ്ട രോഗം ഇനി കാണത്തില്ല. ഇന്ന് വരെ നീ കണ്ട പ്രതിസന്ധി ഇനി കാണത്തില്ല. അത് ഒതുങ്ങത്തക്ക രീതിയിൽ ചില പ്രഖ്യാപനങ്ങൾക്കായി സ്വർഗം വെയിറ്റ് ചെയ്യുകയാണ്. യഹോവ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. ഞാൻ ഈ പ്രഖ്യാപനത്തിൽ സംഭവിച്ച വിടുതൽ ഞാൻ പറയാം. ഈ പ്രഖ്യാപനത്തിൽ സംഭവിച്ച വിടുതലൂടെ പറയാം. എൻ്റെ വിഷയമല്ല, പക്ഷേ ഈ പ്രസംഗത്തിനിടെ കയറി വന്നുണ്ടെങ്കിൽ പറയുക. സ്തോത്രം. അവിടെ ഒരു പദം എല്ലാ ആഴ്ചയും പ്രഖ്യാപിച്ചില്ല ഷൗമേൽ. ഒറ്റ പ്രഖ്യാപനം. നമ്മൾ എല്ലാ ആഴ്ചയും ബന്ധനം അടിക്കുക, എല്ലാ ആഴ്ചയും പോരാട്ടത്തെ വെട്ടുക. സ്തോത്രം. പക്ഷെ അവിടെ എഴുതിക്കുന്നതെന്നറിയാമോ? അവിടെ എഴുതിക്കുന്നറിയാമോ? ഒറ്റ പ്രഖ്യാപനത്തിൽ നടന്ന വിടുതൽ എന്നറിയാമോ? ലൈഫ് ലോങ് ഡെലിവറൻസ്. വേണമെങ്കിൽ പ്രാപിച്ചോണം. ഇന്ന് ഈ ഹോളിൽ നടക്കുന്ന ചില പ്രഖ്യാപനങ്ങളിൽ നിന്റെ മരണം വരെയുള്ള ജയം, വിടുതൽ കൽപ്പിക്കപ്പെടാൻ പോവുകയാണ്. അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, ശമൂവേലിൻ്റെ കാലത്തൊന്നും പിന്നെ ഫെലിസ്ത്യർ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ശമൂവേൽ മരിക്കുന്നിടം വരെ ഒതുങ്ങിയ ശക്തി എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രഖ്യാപനത്താൽ എല്ലാ ആഴ്ചയും കെട്ടഴിക്കുകയല്ല. ഇന്ന് പകലത്തെ ഒറ്റ പ്രഖ്യാപനത്താൽ നിന്റെ മരണം വരെ നിലനിൽക്കുന്ന ഒരു അസാധാരണ വിടുതലിന് ഇന്ന് പകൽ ചിലർക്ക് കൈമാറാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാ തുറന്ന് പ്രഖ്യാപിക്കണം. എന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. എൻ്റെ തലമുറയെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. എൻ്റെ ശരീരത്തെ പിടിച്ചു വെക്കുന്ന രോഗാത്മാവെ അസാധ്യമാണ്. അത് ഞെരുക്കത്തിൻ്റെ ആത്മാവെ അസാധ്യമാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില പിടികൾ വിടാൻ പോകുകയാ. വർഷങ്ങളായിട്ടുള്ള ചില പിടികൾ, പിടിച്ചു വെച്ച ചില ശക്തികൾ ചിലരെ വിട്ട് റിലീസാകുന്നു. ശമന റമന ജഗന ധൂമന. ഓ, ഞാൻ ഈ ഭാഗത്തിലേക്ക് വരികയാണ്. സ്തോത്രം. ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, മുഖവരകളൊന്നും പറയാൻ താല്പര്യമില്ല. ഈ അപ്പോസ്തലപ്രവൃത്തി 28 അധ്യായമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ കീ ചാപ്റ്ററാണ് 2-ാം അധ്യായം. സ്തോത്രം. 2-ാം അധ്യായത്തിൽ 2 പ്രധാന വിഷയങ്ങളാണുള്ളത്. ഒന്നാമത്തെ വിഷയം ആത്മസ്നാനത്താൽ സഭ രൂപീകരിക്കപ്പെടുന്നു. രണ്ടാമത്തെ വിഷയം പത്രോസിൻ്റെ
അത് സഭയ്ക്കകത്തെ അരങ്ങേറ്റ പ്രസംഗം. സ്തോത്രം. 2 വിഷയങ്ങളാണുള്ളത്. അതിൽ ഈ 2-ാം അധ്യായത്തിലെ ആദ്യത്തെ വിഷയം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ആത്മസ്നാനത്താൽ സഭ രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ ആത്മാവ് വന്നതിന് ശേഷമാണ് സഭയുണ്ടായത്. ആമേൻ പറഞ്ഞില്ല. ആത്മാവില്ലാത്തതിനെ സഭയെന്ന് പറയാൻ പറ്റുമോ? പറ്റിയല്ല. അതിനെ എന്താ വിളിക്കുന്നത്? 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഏകദേശം 120 പേർ അടങ്ങുന്ന ഒരു സംഘം. അപ്പം ആത്മാവില്ലെങ്കിൽ പിന്നെ അവരെ വിളിക്കുന്ന പേരാണ് സംഘം. സ്തോത്രം. സംഘത്തിൻ്റെ നടുവിൽ ആത്മാവ് വന്നപ്പോൾ സംഘം സഭയായി. മനസ്സിലാകുന്നുണ്ടോ? സംഘം എന്തായി മാറി? സഭയായി മാറി. ആത്മസ്നാനം വെളിപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രത്യക്ഷ അടയാളമായി അവിടെ ഇരുന്ന ആളുകൾ എല്ലാവരും അന്യഭാഷകൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ അഭിഷേകത്തിൻ്റെ പ്രത്യക്ഷ അടയാളമല്ല അന്യഭാഷ, ആത്മസ്നാനത്തിൻ്റെ പ്രത്യക്ഷ അടയാളമാണ് അന്യഭാഷ. അവിടെ അന്യഭാഷ ആരാണ് കൊടുത്തത്? അവിടെ എഴുതിയിട്ടുണ്ട്, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയ ഭാഷകളിൽ. അപ്പം അന്യഭാഷ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ആത്മാവാണ്. പക്ഷേ ആത്മസ്നാനം കൊടുക്കുന്നത് യേശു ക്രിസ്തുവാണ്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അന്യഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. അന്യഭാഷ കിട്ടിയിട്ടില്ലാത്ത ആളുകൾ നിശ്ചയമായും നിങ്ങൾ അതിനു വേണ്ടി വാഞ്ചിക്കണം. അതിൻ്റെ ഒരു മർമ്മം ഞാൻ പറയാം. സ്തോത്രം. എൻ്റെ ഒരു ചിന്തയിൽ നിന്ന് വന്നൊരു മർമ്മമാണ്. സ്തോത്രം. ഏദേൻ തോട്ടത്തിൽ സാത്താനും ഹൗവായും തമ്മിൽ സംഭാഷണം നടന്നു. സ്തോത്രം. സാത്താൻ ചോദിച്ചു, ഈ പഴം നീ ഭക്ഷിക്കണം. ഹൗവ പറഞ്ഞു, ഇല്ല, ഇത് ഭക്ഷിക്കരുതെന്ന്, അതിനെ തുടരുതെന്നൊക്കെ ഞങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം സാത്താൻ ചോദിച്ചു, വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ? സംഭാഷണം നടക്കുക ഏദേൻ തോട്ടത്തിൽ. ഞാനപ്പോൾ എനിക്ക് മനസ്സിലായ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, സാത്താൻ പറഞ്ഞത് ഹൗവായ്ക്ക് മനസ്സിലായി, ഹൗവ പറഞ്ഞത് സാത്താനും മനസ്സിലായി. ലാംഗ്വേജ് പ്രോബ്ലമേ ഇല്ല. അതാണ് അവിടെ വന്ന പ്രശ്നം. ലാംഗ്വേജ് കോമൺ ആയതാണ് പ്രശ്നം ഉണ്ടായത്. സ്തോത്രം. നിങ്ങളുടെ സഭയ്ക്കകത്ത് 20 പേരുണ്ടെന്നിരിക്കട്ടെ, 20 പേർക്ക് 20 ഭാഷയാണെങ്കിൽ സഭയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. എന്നാണ് സവാറ വിശേഷം എന്ന് ചോദിക്കുമ്പം മറ്റേ ആൾ പറയും മഴ ഈ പ്രാവശ്യം കൂടുതലാണ്. സ്വത്രം. മനസ്സിലായില്ലേ? ഒരു പ്രശ്നവുമില്ല. ലാംഗ്വേജ് കോമൺ ആകുന്നതാണ് സഭയിൽ എന്ത് പ്രശ്നം. സ്തോത്രം. അപ്പം ഈ ഏദേൻ തോട്ടത്തിൽ വെച്ച് ഹൗവ പറഞ്ഞ സാത്താനും മനസ്സിലായി, സാത്താൻ പറഞ്ഞ ഹൗവായ്ക്ക് മനസ്സിലായി. അന്നേ ദൈവം ഒരു തീരുമാനമെടുത്തു, പിശാചിന് മനസ്സിലാകാത്തൊരു ഭാഷ എൻ്റെ ജനത്തിന് കൊടുക്കണം. ഒരു 4000 വർഷം എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ. അത് നടപ്പിലായി അപ്പോസ്തലപ്രവൃത്തി 2 മനസ്സിലായില്ലേ? പിശാചിന് മനസ്സിലാകാത്തൊരു ഭാഷ മാളിക മുറിയിൽ ദൈവം തൻ്റെ ജനത്തിന് കൈമാറുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നീ പറയുന്ന ഏത് ഭാഷയും പിശാച് ട്രാൻസ്ലേറ്റ് ചെയ്യും. അത് നീ ഉറുദു പറഞ്ഞാലും അവൻ ട്രാൻസ്ലേറ്റ് ചെയ്യും, അറബി പറഞ്ഞാലും ട്രാൻസ്ലേറ്റ് ചെയ്യും, നീ പറയുന്ന ഏത് ഭാഷയും അവൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷെ പിശാച് ട്രാൻസ്ലേറ്റ് ചെയ്യാത്തൊരു ഭാഷയുണ്ടെങ്കിൽ അത് ആത്മാവ് കൊടുക്കുന്ന ഭാഷയാണ്. സ്തോത്രം. ഇന്ന് പകലിൽ വാ തുറന്ന ഭാഷ ലഭിച്ചവർ അത് ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞോണം. നീ ഭാഷ പറയുന്ന നിമിഷം അത് ഈ UAE അന്ധകാര ശക്തിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. കാരണം അവന് മനസ്സിലാകാത്തൊരു ഭാഷ ദൈവം നിന്റെ നാവിന്മേൽ തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അത് വിളിച്ചു പറയാൻ മടിക്കരുത്. അത് സ്വർഗീയ ഭാഷയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. സ്തോത്രം. ക്രിസ്ത്യൻ ബ്രദർ ഈ യോഗത്തിലോട്ട് കയറുന്നതിന് മുമ്പ്, കർത്താനദാസൻ ക്രിസ്ത്യൻ ബ്രദർ ഈ യോഗത്തിൽ കയറുന്നതിന് മുമ്പ് പിശാച് ക്രിസ്ത്യൻ ബ്രദറിനെ വിളിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പം സാത്താന് മനസ്സിലായി എൻ്റെ റേഞ്ചിൽ തന്നെ ആള് ഉണ്ട്. മനസ്സിലായില്ലേ? എക്സാമ്പിളാണ്. സ്തോത്രം. പക്ഷേ ക്രിസ്ത്യൻ ബ്രദർ ഇവിടുന്ന് അങ്ങോട്ട് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ സാത്താൻ ഫോൺ ചെയ്യുമ്പോൾ കേൾക്കുന്നത് നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് പരിധിക്ക്. മനസ്സിലായില്ലേ? നീ അവൻ്റെ റേഞ്ചിന് വെളി വരണമെങ്കിൽ അവന് മനസ്സിലാകാത്ത ഭാഷ സംസാരിക്കണം. ഇന്ന് പകലിൽ അതിൻ്റെ ഒരു കൈമാറ്റം ഇതിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. സാത്താന് വലിയ സ്ട്രാറ്റജി ഒരുക്കും. നിൻ്റെ ആ ആത്മമണ്ഡലത്തിൽ നിനക്ക് അന്യഭാഷ കിട്ടിയാൽ പോലും പിശാച് പറയും ഇത് പറയരുത്, കാരണം അടുത്തിരിക്കുന്ന ആളുടെ കേട്ടിട്ട് നിനക്ക് തോന്നിയതാണ്. അത് നിൻ്റെ അന്യഭാഷയും മറ്റേ അടുത്തിരിക്കുന്ന ആടെ അന്യഭാഷയും തമ്മിൽ ഒരുപോലെ തോന്നുന്നത് കണ്ടില്ലേ? പക്ഷേ ഒരുപോലെ നിനക്ക് തോന്നിയാലും അതിൻ്റെ അർത്ഥം രണ്ടും രണ്ടാണ്. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പിശാച് ഇതിനെ വഞ്ചിക്കും. എന്നാൽ ഇന്ന് പകലിൽ അവൻ്റെ വഞ്ചനയെ ഓവർകം ചെയ്ത് നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക. എന്നാൽ ഞാനതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞ ദൈവം, അന്യഭാഷ ലഭിച്ച ദൈവമക്കൾ വാ തുറന്ന് അന്യഭാഷ പറയാൻ തുടങ്ങട്ടെ. അത് ഒരു മന്ത്രവാദിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, ആഭിചാരകന് മനസ്സിലാക്കാൻ കഴിയാത്ത, അത് ഒരു ഇരുട്ടിന്റെ അധികാരത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഭാഷയുണ്ടെങ്കിൽ അതാണ് ദൈവം നിനക്ക് തന്ന ഭാഷ. സ്തോത്രം. ആ
ആത്മസ്നാനത്തെ സഭ രൂപീകരിക്കപ്പെടുന്നത് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവഹിതം വെളിപ്പെടുകയാണ്. അത് ദൈവഹിതം എങ്ങനെ വെളിപ്പെടുന്നത്? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന സഭ എന്ന മർമ്മം, അത് ഹൃദയത്തിൽ മാത്രം കിടന്നതാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ. ആ ഹൃദയത്തിൽ കിടന്നത് സ്ഥാപിക്കപ്പെടുന്നതാണ് അപ്പോസ്തലപ്രവൃത്തി 2-ൽ. അതിനു മുമ്പ് യേശു മത്തായി 16-ൽ പറഞ്ഞു, ഞാൻ എൻ്റെ സഭ എന്ത് ചെയ്യും? പണിയും എന്നൊരു വാക്തത്വം കൊടുത്തു. പക്ഷേ അപ്പോസ്തലപ്രവൃത്തി 2-ൽ പറയുന്നു, രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. അർത്ഥാൽ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന സഭ എന്ന മർമ്മം സ്ഥാപിതമായത് 2-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലെ വാക്യങ്ങളിലാണ്. സ്തോത്രം. അപ്പോൾ ഒരു ദൈവഹിതം വെളിപ്പെട്ടതാണ് 2-ാം അധ്യായം. എന്നോട് കർത്താവ് പറയാൻ നിർബന്ധിക്കുന്നു, ഈ വർഷത്തിൻ്റെ അവസാന മാസങ്ങൾ ചിലരുടെ ലൈഫിൽ വർഷങ്ങളായി കിടന്ന ചില ദൈവഹിതം വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. അത് വർഷങ്ങളായി ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കിടന്ന് നിന്നെക്കുറിച്ചുള്ള ചില ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണമായിരിക്കും ഈ മാസങ്ങളെന്ന് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ദൂത് പറയുമ്പോൾ വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറ, അതെന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ഇത് 2-ാം അധ്യായത്തിൽ സംഭവിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ ആത്മസ്നാനം, തുടർന്ന് സഭ സ്ഥാപിക്കപ്പെടുന്നു. ഇതിനുശേഷം സഭയിലൊരു പ്രസംഗം പത്രോസ് നടത്തുക. പത്രോസിൻ്റെ അരങ്ങേറ്റ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ പത്രോസ് പറഞ്ഞ പ്രസക്ത ഭാഗം, ഈ പ്രസംഗം നടത്താനുള്ള പശ്ചാത്തലം നമുക്കറിയാം. ഇവർ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ ഈ മാളിക മുറിക്കകത്ത് ചില ശബ്ദകോലാഹലങ്ങളുണ്ടായി. എന്താ ശബ്ദമുണ്ടായത്? അതിന് വെറും ശബ്ദമെന്ന് പറയാൻ പറ്റുകയില്ല, മുഴക്കമെന്നാണ് വേദവസം പറഞ്ഞത്. എന്താണ് മുഴക്കം? അഗ്നിജ്വാലയ്ക്കപ്പെടുന്ന നാവ് പോലെ, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം. മുഴക്കം കേട്ടപ്പം അങ്ങ് സിറ്റിയിൽ, യെരുശലേമിൽ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുക. കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള 50-ാം ദിവസം പെന്തക്കോസ്ത് പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുക. ഈ മുഴക്കം മാളിക മുറി കേട്ടപ്പോൾ അത് പെരുന്നാളിന് വന്ന ഏകദേശം 18ഓളം രാജ്യക്കാരായ ആളുകൾ ഈ മാളിക മുറിയിലേക്ക് ഓടി വരിക. സ്തോത്രം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പത്രോസേ, മാളിക മുറിക്കകത്ത് ജനം വരാൻ കാര്യം നിന്റെ ശബ്ദം കേട്ടിട്ടല്ല, ആത്മാവിൻ്റെ മുഴക്കം കേട്ടിട്ടാ. സ്തോത്രം. ഒരു സഭയ്ക്കകത്ത് ജനം കയറി വരണമെങ്കിൽ, ഒരു സഭയ്ക്കകത്ത് ഓഡിയൻസ് വരണമെങ്കിൽ, സഭയ്ക്കകത്ത് പാസ്റ്റർ ശബ്ദം മുടങ്ങിയിട്ട് കാര്യമില്ല, സഭയ്ക്കകത്ത് കമ്മിറ്റിക്കാരുടെ ശബ്ദം മുടങ്ങിയിട്ട് കാര്യമില്ല. സഭയ്ക്കകത്ത് ആത്മാവിൻ്റെ മുഴക്കം ഉണ്ടാകണം. ആത്മാവിൻ്റെ മുഴക്കം നിന്റെ സഭയ്ക്കകത്ത് വന്നാൽ ഓഡിയൻസ് അകത്തേക്ക് ഓടി കയറാൻ പോകുകയാണ്. ഞാൻ ഈ UAE നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങളുടെ സഭയ്ക്കകത്ത് അടുത്ത മാസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ശബ്ദം കേട്ട് പല എമിറേറ്റ്സിലുള്ള ആളുകൾ ഇതിനകത്തേക്ക് ഓടിക്കേറുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആത്മാവിൻ്റെ മുഴക്കം കേട്ട് ജനം ഓടിക്കേറുകയാണ്. സ്തോത്രം. ഓടിക്കേറിയ ആളുകൾ ഇവർ പുതിയ ഭാഷ പറയുന്നത് കേൾക്കുക. അപ്പോൾ ഇവർക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. കാരണം അവർ പറഞ്ഞിടാ, നമ്മുടെ ഓരോരുത്തരുടെയും ലോക്കൽ ലാംഗ്വേജുകളിൽ മുക്കുവന്മാരായിരുന്ന സാധാരണക്കാരെ ഇവർ പറയുന്നല്ലോ എന്ന് കണ്ട് ഇവർ അത്ഭുതപ്പെട്ടിട്ട് ഇവർ അതിൻ്റെ കമൻറ്റ് പറഞ്ഞു. എന്താ? ഇവരെല്ലാം വീഞ്ഞു കൂടി ചെന്തിയിരിക്കുക, ലഹരി പിടിച്ച് മത്തരായിരിക്കുക. സ്തോത്രം. അത് അന്യഭാഷ പറയുന്നവനെ തെറ്റിദ്ധരിക്കുന്ന ഒരു ജനം ഇന്നുമുണ്ട്. അങ്ങനെ ഒരു ജനം, അന്യഭാഷ പറയുന്നവനെ തെറ്റിദ്ധരിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. പക്ഷേ മടിക്കരുത്, വാ തുറന്ന് പറഞ്ഞോണം. സ്തോത്രം. അതുകൊണ്ട് പത്രോസ് ആദ്യം ചെയ്ത് എന്താണെന്നറിയാമോ? ജനത്തിൻ്റെ തെറ്റിദ്ധാരണ മാറ്റി. ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുമ്പോൾ പ്രസംഗം കൊണ്ട് പ്രസക്തിയില്ല, ആദ്യം തെറ്റിദ്ധാരണ മാറ്റണം. സ്തോത്രം. തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി പത്രോസ് ആദ്യം അവിടെ പറഞ്ഞത്, സ്തോത്രം, അത് സഹോദരന്മാരെ, നിങ്ങൾ വിചാരിച്ചതുപോലെ ഇത് വീഞ്ഞു കുടിച്ച് മത്തരായിരുന്നുവല്ല, സമയം ഇപ്പം വീഞ്ഞു കുടിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞ് പത്രോസ് അവിടെ കൊണ്ട് അങ്ങോട്ട് അത് ക്ലാരിഫൈ ചെയ്യുകയാണ്. ഈ ക്ലാരിഫൈ ചെയ്ത് ഈ വിഷയം തെളിയിച്ചതിന് ശേഷം 22-ാം വാക്യത്തിൽ വന്നപ്പോഴാണ് പത്രോസ് പ്രസംഗം ആരംഭിക്കുന്നത്. സ്തോത്രം. 22-ാം വാക്യത്തിൽ പത്രോസ് പ്രസംഗിച്ച് തുടങ്ങുകയാണ്. പ്രസംഗ വിഷയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത് ശുശ്രൂഷ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, അവൻ്റെ ഉയർപ്പ്. ഇതാണ് വിഷയം. സ്തോത്രം. ആ പ്രസംഗം അങ്ങോട്ട് പീറ്റർ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ പത്രോസ് പറഞ്ഞ വാചകമാണ് 24-ാം വാക്യത്തിൻ്റെ സെക്കൻഡ് പോർഷൻ. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. സ്തോത്രം. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ കർത്താവിനോട് ഇന്ന് രാവിലെ സംസാരിച്ച ചില വിഷയങ്ങൾ പറയാൻ പോകുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മരണം അത് നമുക്ക് പ്രയോജനമാകാൻ കാരണം ആ മരണം സ്വയമരണമായതുകൊണ്ടാണ്. മനസ്സിലായില്ല? യേശുവിൻ്റെ മരണം ഒരു അബദ്ധ മരണമോ കൊലപാതകമോ ആയിരുന്നെങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കത്തില്ല. യേശുവിൻ്റെ മരണം സ്വയം ജീവൻ അർപ്പിക്കുന്ന മരണമായി, സ്വയയാഗമായതുകൊണ്ടാണ് നമ്മുടെ രക്ഷ അന്വർത്ഥമായത്.
പക്ഷെ പിശാചിന് ഇതറിയാം. സ്തോത്രം. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ചൊക്കെ പഠിച്ചാൽ യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ പിതാവ് ചോദിച്ചു, ആർ എനിക്ക് വേണ്ടി പോകും? കാരണം ഭൂമി മുഴുവൻ എന്തായിരിക്കുക? പാപത്താൽ നിറഞ്ഞു. ഒന്നെങ്കിൽ ന്യായവിധി നടത്തണം, അല്ലെങ്കിൽ ഈ ജനത്തെ അകൃത്യത്തിൽ നിന്ന് തിരിക്കാൻ അവർക്ക് പകരക്കാരനായി ഒരാൾ എവിടേക്ക് പോകണം. അതുകൊണ്ട് യെശയ്യാവിൽ ദൈവം ചോദിച്ചു, ആർ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? പോകും. സ്വർഗീയ സദസ്സിൽ ശബ്ദം മുഴങ്ങി, ആർ എനിക്ക് വേണ്ടി പോകും. അത് വളരെ പ്രതീക്ഷയോടെ ശക്തനായ ദൂതൻ മിഖായേലിനെ പിതാവ് നോക്കി. മിഖായേൽ തലകുനിച്ചു. അത് ഗബ്രിയേലിനെ നോക്കി. ഗബ്രിയേൽ തലകുനിച്ചു. ദൂതസഞ്ചയങ്ങളെ മുഴുവൻ നോക്കി, ആർ എനിക്ക് വേണ്ടി പോകും. സകല ആളുകളും തലകുനിച്ചു. കാരണം ദൂതന്മാർക്കെല്ലാം അറിയാം, പോയാൽ മാത്രം പോരാ, അത് പിന്നെ പോകുന്നയാൾ ആ മാനവകുലത്തിന് വേണ്ടി സ്വയം ജീവൻ കൊടുക്കണം. സ്തോത്രം. പോകാൻ തയ്യാറാ, പക്ഷെ ജീവൻ കൊടുക്കാൻ ആരും തയ്യാറല്ല. അത് അവസാനം ആരും തൻ്റെ ചോദ്യത്തിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ പിതാവിൻ്റെ മടിയിൽ കളിച്ചുകൊണ്ടിരുന്ന പിതാവിൻ്റെ ആനന്ദമായ പ്രമോദമായ ഉല്ലാസമായ പുത്രൻ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അപ്പാ എന്നെ അയക്കണമേ, അടിയൻ പോകാം. സ്തോത്രം. നോയിക്കേ, കർത്താവായ യേശു ക്രിസ്തു ശക്തന്മാരായ പലരും നിനക്ക് വേണ്ടി ചലിക്കാതിരുന്നപ്പോൾ നസ്രായൻ നിനക്ക് വേണ്ടി ദൗത്യം ഏറ്റെടുത്ത് ഭൂമിയിലേക്ക് വരികയാണ്. സ്തോത്രം. ആ നസ്രായൻ ഈ ഭൂമിയിൽ വന്ന സമയം മുതൽ യേശു സ്വയം ജീവൻ കൊടുത്താൽ മാത്രമേ ആ മരണം രക്ഷയ്ക്ക് കാരണമാകത്തുള്ളൂ. സ്തോത്രം. പക്ഷേ യേശുവിനെ കൊന്നു എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. പക്ഷേ കൊന്നു എന്ന് പറയുമ്പോൾ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് സത്യം. വായിച്ച് 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം എന്താണ് പറയുന്നത്? പിതാവ് എന്താ ചെയ്തത്? 2-ാം അധ്യായം നോയിക്ക്, എന്ത് ചെയ്താണ്? ഏൽപ്പിച്ചു കൊടുത്തിട്ട് നോയിക്ക്. അപ്പൊ കൊന്നതാ, കൊലപാതകമാ. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു, അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടാ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിനെ സ്വയമരണമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. സ്തോത്രം. അബദ്ധമരണമല്ല, അതൊരു കൊലപാതകമല്ല. പിന്നെ അതെന്താണ്? സ്വയമരണമാണ്. എങ്കിലേ രക്ഷയുടെ വെളിപ്പെടൂ. സ്തോത്രം. അതുകൊണ്ട് തന്നെ പിശാച് അലേർട്ടായി. എന്താ അലേർട്ടാകാൻ കാരണം? യേശു ജനിച്ച സമയം മുതൽ ക്രൂശിൽ യേശു കിടക്കുന്ന സമയം വരെ യേശുവിൻ്റെ മരണം കൊലപാതകമാക്കാൻ സാത്താൻ മാക്സിമം ശ്രമിച്ചു. സ്തോത്രം. ഞാൻ തെളിവുകൾ ഓരോ നിരത്താം. യേശു ജനിച്ചപ്പോൾ തന്നെ ഹെരോദാവിൻ്റെ അകത്ത് കയറിയ സാത്താൻ ശിശുക്കളെ മുഴുവൻ കൊന്നുകളഞ്ഞുകൊണ്ട് യേശുവിനെയും കൊന്നുകളയാൻ നീക്കം നടത്തി. പക്ഷെ ദൂതൻ ഇറങ്ങി അത് യോസഫിനോടും മറിയോടും പറഞ്ഞു, ശിശുവിനെയും കൊണ്ട് വേഗം മിസ്രൈമിൽ പോയി പാർക്ക്. എന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയാം? ഹോശയ്യ പ്രവചനത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്, ഞാൻ എൻ്റെ മകനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തി എന്നുള്ള പ്രവചനം നിവർത്തീകരിക്കേണ്ടതിന് ദൂതൻ പറഞ്ഞു, യോസഫെ ഇവിടെ നിൽക്കരുത്, മറിയെ ഇവിടെ നിൽക്കരുത്, വേഗം മിസ്രൈമിൽ പോയി പാർക്കാൻ പറഞ്ഞു. അതേ ദൂതൻ പിന്നീട് മിസ്രൈമിൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവൻ നശിച്ചുപോയി, അവൻ മരിച്ചുപോയി എന്ന്. നോക്കേ, ജനനം മുതൽ, സ്തോത്രം, യേശുവിൻ്റെ ജനനത്തെ കൊലപാതകമാക്കാൻ ശ്രമം നടത്തി. പക്ഷേ ദൂതൻ ഇറങ്ങി വിടുതലയക്കുകയാണ്. സ്തോത്രം. ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ ചിലർക്ക് വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. ചില ദുരന്തങ്ങൾക്കകത്തുനിന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവത്തിന്റെ ദൂതന്മാർ ചലിക്കാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കാൻ വേണ്ടി തയ്യാറാകുക. ഒരല്പസമയം കഴിഞ്ഞു കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷയിലേക്ക് കയറി. നിങ്ങൾ നോക്കിക്കേ, യേശു മിനിസ്ട്രിയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം തൻ്റെ പ്രസംഗം കേട്ട ഓഡിയൻസിനകത്തോട്ട് സാത്താൻ കയറി. എന്ത് ചെയ്തു? അത് ആ യേശുവിനെ മലയുടെ മുകളിൽ കൊണ്ടുപോയി തല കീഴായി തള്ളിയിട്ട് കൊല്ലുവാൻ എന്ത് ചെയ്തു? ശ്രമിച്ചു. ഒന്നല്ല, ഒന്നിലധികം പ്രാവശ്യം. നസ്രയത്ത് പള്ളിക്കാർ ഉൾപ്പെടെ പലരും പല പ്രാവശ്യം ശ്രമിച്ചു. അവിടെയൊക്കെ ഒരു പദം എഴുതിയിട്ടുണ്ട്, യേശുവോ അവരുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞുപോയി. മനസ്സിലായില്ലേ? അത് തനിക്ക് നേരെ വന്ന അനർത്ഥത്തിനകത്തുനിന്ന് യേശു ഒഴിഞ്ഞുപോയി. തൻ്റെ മരണത്തെ കൊലപാതകമാക്കാൻ ഒരു ശ്രമം. ആരോടോ ദൈവാത്മാ പറയുന്നു, നിന്റെ വീടിന് നേരെ, നിന്റെ വണ്ടിക്ക് നേരെ കയറി വരുന്ന ചില അനർത്ഥങ്ങൾക്കകത്തുനിന്ന് ഇന്ന് പകൽ നിന്നെ ഒഴിച്ചു മാറ്റിവിടാൻ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചലിക്കാൻ പോകുകയാണ്.
ഇത് കൂടാതെ കർത്താവായ യേശു ക്രിസ്തു പടകിൽ സഞ്ചരിക്കുന്ന 2 പ്രാവശ്യം പ്രകൃതിയെ കൂട്ടുപിടിച്ചുകൊണ്ട് വെള്ളത്തിൽ മുക്കി കൊന്നുകളയാൻ പിശാചൊരു ശ്രമം നടത്തി. പക്ഷേ യേശു പ്രകൃതിയുടെ മേൽ തൻ്റെ അധികാരം ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കുന്നതായി കാണുന്നു. സ്തോത്രം. അപ്പോൾ പ്രകൃതിയെ കൂട്ടുപിടിച്ചു. എന്തിനാ? യേശുവിൻ്റെ മരണം എന്താക്കി തീർക്കണം? കൊലപാതകമാക്കി തീർക്കണം. സ്തോത്രം. തീർന്നില്ല. യേശുവിൻ്റെ മരണത്തെ കൊലപാതകമാക്കുവാൻ വീണ്ടും പരിശ്രമങ്ങൾ നടന്നു. സ്തോത്രം. ഞാൻ വേഗം ഓടി വരട്ടെ. ഗെത്സമന തോട്ടത്തിലേക്ക് വരാം. സ്തോത്രം. ഗെത്സമന തോട്ടത്തിലാണ് യേശുവിൻ്റെ മിനിസ്ട്രി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന ഫൈനൽ, കർത്താവിൻ്റെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. അന്ന് യേശുവിൻ്റെ ഫൈനൽ പ്രാർത്ഥന ഇവിടെയല്ല, ക്രൂശിലാണ് നടന്നത്. അപ്പോഴും എനിക്ക് വളരെ ഒരു വലിയ ചിന്തയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തു അത് ക്രൂശിൽ പ്രാർത്ഥിച്ചു. ദൈവദാസൻ പറഞ്ഞില്ലേ, നിലവിളിച്ചാൽ മറുപടി ഉണ്ട് എന്ന്. ലോക ചരിത്രത്തിൽ ആദ്യമായി ആരൊക്കെ നിലവിളിച്ചാലും ആരൊക്കെ പ്രാർത്ഥിച്ചാലും ഉത്തരമരുളുന്ന ദൈവം, ഉത്തരമരുളാതിരുന്ന ഏക പ്രാർത്ഥന തൻ്റെ പുത്രൻ്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് 22-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ പറയുന്നു, ഞാൻ പകലും രാവിലെയും വൈകിട്ടുമെല്ലാം നിലവിളിക്കുന്നു, പക്ഷെ നീ എനിക്ക് എന്ത് ചെയ്യുന്നില്ല? ഉത്തരമരുളുന്നില്ല. മനസ്സിലായില്ലേ? അതെ. പക്ഷേ യേശു പറയുന്നു, ലാസറിന്റെ കല്ലറക്കൽ യേശു പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം നീ കേൾക്കുന്നതിനായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു എന്ന്. അപ്പം ഇന്നലകളിൽ പുത്രൻ പ്രാർത്ഥിച്ചതെല്ലാം കേട്ടിട്ടുള്ള പിതാവ് ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാത്രം എന്ത് ചെയ്തില്ല? കേട്ടില്ല. എന്താ കാര്യം? എന്നെ കണ്ടിട്ട് നിങ്ങളെ കണ്ടിട്ട്. സ്തോത്രം. നോക്കിക്കേ, എന്നെയും നിന്നെയും കണ്ടതുകൊണ്ടാണ് പുത്രന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പിതാവ് അത് മുഖം മറച്ചു കളഞ്ഞു. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, ക്രൂശിൽ യേശു അതേ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയില്ല. പക്ഷേ ഗെത്സമന തോട്ടത്തിൽ മിനിസ്ട്രി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ്. തൻ്റെ കൂടെ 11 ശിഷ്യന്മാരുണ്ട്. 8 പേരെ തോട്ടത്തിൻ്റെ വെളിയിൽ നിർത്തി, അത് 3 പേരെയും അകത്ത് കയറി 3 പേരെ പ്രാർത്ഥിക്കാൻ വെച്ചിട്ട് ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് യേശു സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ലൂക്കോസ് എന്ന വൈദ്യൻ കൊടുത്ത പേര് പ്രാണവേദനയിലായ പ്രാർത്ഥന. അയ്യോ, അത് നിസാര പ്രാർത്ഥനയല്ല, പ്രാണവേദനയിലായ പ്രാർത്ഥന. വിയർപ്പുകൾ രക്തത്തുള്ളികളാക്കിയ പ്രാർത്ഥന. സ്തോത്രം. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയ 3 സംഘത്തെ യേശു തിരിഞ്ഞു നോക്കുമ്പോൾ നിദ്രയുടെ മാർദ്ദവമേറിയ കരവല്ലവങ്ങൾക്കിടയിൽ കുഴഞ്ഞു വീണുറങ്ങുന്ന 3 സംഘത്തെ കണ്ട യേശു അവിടെ അടുത്തു വന്ന് പറഞ്ഞു, ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. കർത്താവിൻ്റെ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വില തരത്തില്ല, ജോമോൻ പാസ്റ്റർ പറഞ്ഞാലും വില തരത്തില്ല. പക്ഷേ യേശു പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഉണർന്ന്. പീറ്റർ, ജോൺ, ജേക്കബ്, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം, നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ ഉണരാൻ പാടില്ലാത്ത ചില ശക്തികൾ ചില മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ ഉണർന്നു വരാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? ഇവരിവിടെ ഉറങ്ങുമ്പം ഈ ഗെത്സമന തോട്ടത്തിൻ്റെ താഴ്വാരത്തിൽ അന്റോണിയോസ് കോട്ടയ്ക്കകത്ത് അത് 600ഓളം വരുന്ന ബറ്റാലിയൻ പട്ടാളും യൂദായും ഉണർന്നിരിക്കുകയാണ് ഉത്തരവ് കിട്ടാൻ. അടുത്ത മിനിറ്റിൽ ഗെത്സമനെ ആക്രമിക്കുവാൻ, അത് യേശുവിൻ്റെ കയ്യിൽ വിലങ്ങ് വെക്കാൻ. നോക്കിയേ, ഇവരിവിടെ ഉറങ്ങുമ്പം താഴ്വാരത്തിൽ ചിലത് ആക്രമിക്കാൻ ഉണർന്നിരിക്കുക. ആരോടോ ദൈവാത്മാവ് പറയുന്നു, ഈ അത് ഒക്ടോബർ മാസത്തിൽ, സെപ്റ്റംബർ മാസത്തിൽ നീ ഉണർന്നില്ലെങ്കിൽ അടുത്ത ഡിസംബർ മാസത്തിൽ വരുന്ന മണിക്കൂറുകളിൽ നിനക്കെതിരെ പലതും ഉണർന്നു കയറി വരും. രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ നിന്നെ അറ്റാക്ക് ചെയ്യും. എന്നാൽ അതിനു മുമ്പ് ഇന്ന് പകലിൽ ആത്മാവിനൊന്ന് ഉണരാൻ തയ്യാറാകുക. ആര് സ്വോത്രം പറഞ്ഞില്ലെങ്കിലും, ആര് കരമടിച്ചില്ലെങ്കിലും, ആരാത്മാവിൽ ചലിച്ചില്ലെങ്കിലും ഇന്ന് പകൽ പ്രാർത്ഥിക്കേണ്ടവനെ, ആ ആത്മാവിൽ ഉണരേണ്ടവനെ, ഉറക്കിക്കളയാൻ ശ്രമിക്കുന്ന പൈശാചിക അജണ്ടകളെ യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ ആത്മാവിൽ ഞാൻ ശാസിക്കുന്നു. തിരിച്ചറിയുന്നവർ ആത്മാവിൽ ജയമെടുക്ക്. ഇന്ന് പകൽ നീ ഉണർന്നേ മതിയാകൂ. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാം, 2023 നീ ഉണരാഞ്ഞത് കൊണ്ടാണ് 24 പലതും നിനക്ക് നേരെ കയറി വന്നിരിക്കുന്നത്. സ്തോത്രം. 24 ഈ സെപ്റ്റംബറിൽ നീ ഉണർന്നില്ലെങ്കിൽ ഡിസംബറിൽ നീ വിവരം അറിയും. സ്തോത്രം. അത് സെപ്റ്റംബറിൽ നീ ഉണർന്നില്ലെങ്കിൽ 25 തുടക്കം നീ വിവരം അറിയും. കുഞ്ഞെ, അത് നീ ഉണരാതിരിക്കുമ്പോൾ അത് മറ്റു ചിലത് ഉണർന്നിരിക്കുകയാ. സ്തോത്രം. കർത്താവ് വീണ്ടും രണ്ടാമത് കർത്താവ് വീണ്ടും ഇവരെ നോക്കിയപ്പോൾ ഇവർ വീണ്ടും എന്ത് ചെയ്യുന്നു? വിഷാദത്താൽ ഉറങ്ങുന്നു. കർത്താവ് അവരോട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം?
എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നീ ഉണരേണ്ടതുപോലെ ഉണർന്നില്ലെങ്കിൽ നീ 40 ഇരുന്നാലും നീ പരീക്ഷയിൽ അകപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? നീ ഉണരേണ്ടതുപോലെ നീ ഉണരാതെ 100 ദിവസം നീ ഉപവസിച്ചാലും നീ പരീക്ഷയിൽ അകപ്പെടും. പക്ഷെ ഉണരേണ്ടതുപോലെ നീ ഉണർന്നാൽ ഒറ്റ സെക്ഷൻ മതി, നിന്റെ ലൈഫിലെ പരീക്ഷകൾ ദൈവം പിൻവലിക്കും. സ്തോത്രം. നോക്കിക്കേ, മൂന്നാമത് യേശു നോക്കുമ്പോൾ ഇവർ വീണ്ടും എന്ത് ചെയ്യുക? ഉറങ്ങുകയാണ്. കർത്താവ് വരെ തൊട്ടിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞു. അതാണ് അവിടുത്തെ പോയിന്റ്. സ്തോത്രം. അത് മർക്കോസ് മാത്രമാണ് അത് കുറച്ച് ക്ലാരിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. മത്തായിയും യോഹന്നാനും അത് ലൂക്കോസും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് എന്നോടുകൂടെ 1 നാഴിക നേരമെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ലയോ? സ്തോത്രം. അങ്ങനെയാണ് 3 സുവിശേഷകന്മാർ പറയുന്നത്. നിങ്ങൾക്ക് ബഹുവചനത്തിൽ എന്നോടുകൂടെ 1 നാഴിക നേരമെങ്കിലും. പക്ഷെ മർക്കോസ് പറഞ്ഞത് അങ്ങനല്ല. മർക്കോസ് എങ്ങനെ പറഞ്ഞതറിയാമോ? ഷീമോനെ നിനക്ക് എൻ്റെ കൂടെ 1 നാൾ. ഞാൻ ആ പദം കേട്ട് ഞെട്ടിപ്പോയി. കാരണം ഉറങ്ങിയത് 3 പേർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആരൊക്കെയാ? യാക്കോബും പത്രോസും യോഹന്നാനും. പക്ഷെ ചോദ്യം ആരോടാ? ഷീമോനോട്. സ്തോത്രം. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ കൈയടിച്ചില്ലെന്നിരിക്കാം, അടുത്തിരിക്കുന്നവർ സ്തോത്രം പറഞ്ഞിരിക്കാം. ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ചോദ്യം നിന്നോടാ. സ്തോത്രം. നീ എന്താ ഇന്ന് കൈയടിക്കാഞ്ഞത്? നീ എന്താ ഇന്ന് ആരാധിക്കാഞ്ഞത്? നീ എന്താ ഇന്ന് ആത്മാവിൽ ചലിക്കാഞ്ഞത്? ചോദ്യം നിന്നോടാ. ഞാൻ ചോദിച്ചു, ഗുരു എന്താണ് ഇങ്ങനെ പത്രോസിനോട് മാത്രം ചോദ്യം? യേശു പറഞ്ഞ മറുപടി, അത് യോഹന്നാൻ ഉറങ്ങുന്നത് എനിക്ക് വിഷയമല്ല, യാക്കോബ് ഉറങ്ങുന്നതും എനിക്ക് വിഷയമല്ല. പക്ഷേ പത്രോസിന് ഉറങ്ങാൻ അനുവാദമില്ല. കാരണം ഞാൻ അവൻ്റെ കയ്യിലാണ് എനിക്ക് ശേഷം ചിലതിനെ തുറക്കാനും അടയ്ക്കാനുമുള്ള താക്കോല് ഫിലിപ്പിന്റെ കൈസരെ വെച്ച് കൈമാറിയത്. ഈ പകൽ ഈ സഭയ്ക്കകത്തിരിക്കുന്ന പലരും ഉറങ്ങിയാലും നിനക്കുറങ്ങാൻ അനുവാദമില്ല. കാരണം ഈ സഭയ്ക്കകത്ത് ചില കെട്ടുകളെ അഴിക്കാനും ചിലതിനെ പൂട്ടാനുമുള്ള താക്കോൽ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആര് സ്തോത്രം പറഞ്ഞില്ലെങ്കിലും നീ പറയാതിരിക്കരുത്. ആര് കരമടിച്ചില്ലെങ്കിലും നീ അടിക്കാതിരിക്കരുത്. ആര് ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും നീ സ്തുതിക്കാതിരിക്കരുത്. കാരണം ഇന്ന് പകൽ ദൈവാത്മാ വിളിച്ചു പറയുന്നു, നീ ഉണർന്നേ മതിയാകൂ. ഗെത്സമനെ തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുന്നു. പെസഹയുടെ തലേ ദിവസം വ്യാഴാഴ്ച, അത് അർദ്ധരാത്രിയിൽ, അത് ചന്ദ്രൻ്റെ നിലാവെട്ടത്തിൽ, അത് രാത്രി 12-നും 1 മണിക്കും എന്ന് ചരിത്രം സാക്ഷ്യം കുറിക്കുന്ന മുഹൂർത്തത്തിൽ യേശു പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്നു. ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടു പ്രാർത്ഥിച്ചെഴുന്നേറ്റ ഉടനെ വിടുതലാണ്. അത് ഏത് പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് എനിക്കറിയത്തില്ല. അങ്ങനൊന്നും ഞാൻ വായിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചെഴുന്നേറ്റാൽ ഉടനെ വിടുതലാണെന്ന്. സ്തോത്രം. ദൈവം പ്രാർത്ഥന കേൾക്കും. മറുപടി എപ്പോൾ അയക്കണം ദൈവത്തിൻ്റെ തീരുമാനമാണ്. സ്തോത്രം. അത് എന്ത് മറുപടി അയക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ തീരുമാനമാണ്. കാരണം നീ ചോദിക്കുന്ന തരണമൊന്നുമില്ല. സ്തോത്രം. അതൊക്കെ തെറ്റിദ്ധാരണയാ. സ്തോത്രം. അത് എന്താ കാര്യം ചോദിച്ചാൽ, നാം ദൈവഹിതപ്രകാരമുള്ളത് ചോദിച്ചാൽ അത് തരും. സ്തോത്രം. കാരണം അവിടെ പ്രയോറിറ്റി നമുക്കല്ല, ദൈവത്തിനാണ്. സ്തോത്രം. നോക്കിക്കേ, ഒരാൾ ചോദിച്ചു. എന്ത് ചോദിച്ചു? 3 പ്രാവശ്യം ചോദിച്ചു. എനിക്ക് രോഗസൗഖ്യം തരാവുമെന്ന്. ദൈവം പറഞ്ഞു, രോഗസൗഖ്യം തരത്തിൽ. ആ രോഗം നിന്റെ ശരീരത്തിൽ ഇരുന്നോട്ടെ. സ്തോത്രം. പക്ഷേ ആ രോഗം നിന്റെ പ്രാണനെ ബാധിക്കാതിരിക്കാൻ ഞാൻ കൃപ പകരാം. അപ്പം ദൈവം ചോദിച്ചതാണോ കൊടുത്തത്? അല്ല. ചില ആളുകളെ സംബന്ധിച്ച് സൗഖ്യം ചോദിക്കും. ചിലപ്പോൾ ദൈവം പറയും സൗഖ്യമില്ല, നീ ഇങ്ങി പോരെ, എൻ്റെ അടുത്തോട്ട് വരാൻ പറയും, മുകളിലോട്ട് കൊണ്ടുപോകും. സ്തോത്രം. അതും അവിടെ ദൈവത്തിൻ്റെ തീരുമാനമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്ത് ചോദിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം, എന്ത് തരണമെന്നുള്ളത് ദൈവത്തിൻ്റെ പരമാധികാരം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചിന്ത, ബൈബിളിൽ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ ഉടനെ വിടുതലാണെന്ന് ഞാൻ കണ്ടില്ല. യേശു പറഞ്ഞു, ലൂക്കോസ് 18:1, മടുത്തു പോകാതെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ മടുപ്പ് വരും. കാര്യം വിഷയങ്ങൾക്ക് താമസം വരും. അത് പൗലോസ് പറഞ്ഞു, ഇടപെടാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അല്പതാമസമൊക്കെ വരും. പക്ഷേ ചില ആളുകൾ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് അവർക്ക് വിടുതലുണ്ടാകും. അത് ബൈബിളിൻ്റെ നിയമമല്ല, അത് ആ കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ്. സ്തോത്രം. കാരണം എനിക്ക് കരുണ തോന്നുന്നവരോട് ഞാൻ എന്ത് ചെയ്യും? കരുണ കാണിക്കും. അത് നിയമം വെച്ചുള്ള പരിപാടിയല്ല. സ്തോത്രം. നിയമം വെച്ചാണെങ്കിൽ അത് നമ്മുടെ റോൾ മോഡൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. നോക്ക്, യേശുവിലേക്ക് നോക്ക്. പ്രാർത്ഥിച്ചെഴുന്നേറ്റ യേശുവിൻ്റെ കയ്യെ വിലങ്ങ് വീണു. അയ്യോ, പ്രാർത്ഥിച്ചെഴുന്ന യേശുവിൻ്റെ കയ്യിൽ എന്ത് വീണു? ക്രിസ്ത്യൻ ബ്രദർ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ആണ്. പ്രാർത്ഥിച്ചെഴുന്നേറ്റ് കഴിയുമ്പോൾ ഉടനെ ഉണ്ടാകുന്നത് ചിലപ്പം വിലങ്ങായിരിക്കാം. അയ്യോ, മുഖം പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ബൈബിളാണ് പറയുന്നത്, യേശുവിനെയാണ് ഞാൻ വരച്ച് കാണിക്കുന്നത്. സ്തോത്രം. പ്രാർത്ഥിച്ചെഴുന്നേറ്റ് യേശുവിൻ്റെ കയ്യിൽ എന്ത് വീണു? വിലങ്ങ്. ഞാൻ ചോദിച്ചു, ഗുരു, ഈ പെസഹയുടെ തലേ രാത്രി പൂർണ്ണചന്ദ്രൻ്റെ നിലാവെട്ടത്തിൽ രാത്രി 12-നും 1 മണിക്കും ഇടയിൽ പ്രാണവേദനയിൽ വിയർപ്പ് രക്തത്തുള്ളിയാക്കി പ്രാർത്ഥിച്ചത് ഈ വിലങ്ങ് പ്രാപിക്കാനാണോ? കർത്താവിനോട് പറഞ്ഞു, എടാ കുഞ്ഞി, അതല്ല. പിന്നെ ഈ 33.5 വയസ്സ് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ ആയുസ്സിൽ ഇന്ന് വരെ ഞാൻ നേരിടാത്ത പ്രതിസന്ധികളെ ഇന്ന് രാത്രി നേരിടാൻ പോകുകയാണ് എന്ന് മനസ്സിലായില്ലേ? 3 സിവിൽ കോടതിക്കകത്തും 3 മതക്കോടതിക്കകത്തും 6 കോടതികളിൽ 7 പ്രാവശ്യം ഞാൻ വിസ്തരിക്കപ്പെടാൻ പോകുകയാണ്. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നതോടെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ
അതുപോലെ ഞാൻ അധികാരികളുടെ മുന്നിൽ ചോദ്യചിഹ്നമാകാൻ പോകുകയാ, മാറി മാറി എന്നെ വിസ്തരിക്കാൻ പോകുകയാ. ഇന്ന് വരെ ഞാൻ ഇങ്ങനൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രതിസന്ധിയെ ജയിക്കാനുള്ള കൃപയാണ് ഞാൻ ഗതസമനയിൽ പ്രാർത്ഥിച്ച് പ്രാപിച്ചത്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഉപവസിച്ച് പ്രാപിച്ചത്, പ്രാർത്ഥിച്ച് പ്രാപിച്ചത് കേവലം ഒരു പനി മാറാനുള്ള വിടുതലിന് വേണ്ടി അല്ല, പിന്നെ അടുത്ത മാസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത സെക്കൻഡുകളിൽ നിനക്ക് നേരെ വരുന്ന കൂറ്റൻ പ്രതിസന്ധികളെ ആത്മാവിനെ അടിച്ചു തകർക്കാനുള്ള ദൈവകൃപയുടെ ശക്തിയാണ്, ദൈവകൃപയുടെ പ്രകടനമാണ് നീ ഉപവസിച്ച് പ്രാപിച്ചത്, നീ പ്രാർത്ഥിച്ച് പ്രാപിച്ചതെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. പക്ഷെ പ്രാർത്ഥിക്കാൻ പോയ ആളുകൾ അത് എന്ത് ചെയ്തു? അത് കൂടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയ മൂവർ സംഘം നിദ്രയുടെ മാർദ്ദവമേറിയ കരവല്ലങ്ങൾക്കിടയിൽ കുഴഞ്ഞു വീണ് എന്ത് ചെയ്തു? ഉറങ്ങി. ഞാൻ ചിന്തിച്ചു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ പുള്ളികൾ കൂടെ പ്രാർത്ഥിക്കേണ്ടവർ അവിശ്വസ്തരായി മാറി. സ്തോത്രം. പക്ഷെ ഞാനൊരു കാഴ്ച കൊണ്ട് കൂടെ പ്രാർത്ഥിക്കേണ്ടവർ അവിശ്വസ്തരായപ്പോൾ യേശുവിൻ്റെ തലയ്ക്ക് മീതെ ഗതസമനത്തോട്ടത്തിൻ്റെ മുകളിൽ സ്വർഗം തുറന്നു. ശക്തനായൊരു ദൂതൻ ഗതസമനയിലേക്ക് ഇറങ്ങി വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തി. കുഞ്ഞെ, കൂടെ കൈത്താങ്ങൽ തരേണ്ടവർ, കൂടെ പ്രാർത്ഥിക്കേണ്ടവർ, കൂടെ അത് സപ്പോർട്ട് ചെയ്യേണ്ട പലരും അവിശ്വസ്തരായി മാറുമ്പോൾ നിന്നെ ശക്തിപ്പെടുത്താൻ, നിനക്ക് വേണ്ടി ശക്തനായൊരു ദൂതനെ ഇറക്കാൻ ഇന്ന് പകലും എൻ്റെ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നോക്കിക്കേ, ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ ആ ഭാഗം പറഞ്ഞോടട്ടെ. ഗതസമനത്തോട്ടത്തിൽ നിന്ന് യേശു പിടിക്കപ്പെടുന്നു. അത് ആ ഗതസമനത്തോട്ടത്തിൻ്റെ താഴ്വാരം, ഒലിവുമലയുടെ താഴ്വാരം താഴെ കണ്ടോണിയസ് കോട്ടയിലേക്ക് യേശു വരുമ്പോൾ ഇവന്മാരെന്തുണ്ടല്ലോ നെഞ്ചു വിരിച്ചാൽ വരുന്ന പടയാളികൾ. എന്താ കാര്യം? അവർ യേശുവിൻ്റെ അറസ്റ്റിനെ അവർ എന്ത് ചെയ്യുക? സെലിബ്രേഷൻ ചെയ്യുകയാണ്. അത് എൻ്റെ ഭാഷയിൽ പറഞ്ഞ ലഡു വിതരണം നടത്തുക. കാരണം യേശുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുക. ഇനി അവരെന്താ സെലിബ്രേഷൻ നടത്തുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? ഇനി ഇവിടെ ഒരു ഭൂതം ഇളകത്തില്ല, ഇനി ഇവിടെ ഒരു മരിച്ചവൻ ഉയർക്കത്തില്ല, ഇനി ഇവിടെ ഒരു രോഗി സൗഖ്യമാകത്തില്ല. കാരണം ഇത് ചെയ്ത പുള്ളിയെ ഞങ്ങൾ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു, ഞങ്ങൾ പൂട്ടി. പക്ഷേ ഇവർ സെലിബ്രേഷൻ ചെയ്യുമ്പോൾ യേശു മനസ്സിൽ ഇവരെ ഓർത്ത് ചിരിച്ചു. എന്താ ചിരിച്ചെന്നറിയാമോ? ഇനി രോഗി സൗഖ്യമാകത്തില്ല, ഇനി ഒരു ഭൂതം പോകത്തില്ല, ഇനി ഒരു മരിച്ചവൻ ഉയർക്കത്തില്ലെന്ന് ഓർത്താണ് ഇവർ യേശുവിനെ അറസ്റ്റ് ചെയ്തത്. യേശു മനസ്സിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. എന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഞാൻ പള്ളിയിൽ ഇരുന്നപ്പോഴോ ഞാൻ വഴിയിൽ നിന്ന് പ്രസംഗിച്ചപ്പോഴോ അറസ്റ്റിലാക്കണമായിരുന്നു. ഇനി അറസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം അത് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എന്നെ എൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറി. എല്ലാം മനസ്സിലായോ? കഴിഞ്ഞ രാത്രി ഞാൻ എന്നെ എൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറി. കഴിഞ്ഞ രാത്രിയിൽ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. അവർ അപ്പം ഭക്ഷിച്ചപ്പോൾ കഴിഞ്ഞ രാത്രി കർത്താവ് അവരുടെ അകത്ത് വന്നു. സ്തോത്രം. ഇനി യേശു പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ വേണ്ട, ഞാൻ അവരുടെ അകത്ത് ചെന്നു. ഇനി അവർ നടന്നാൽ മതി. അവരുടെ നിഴല് തട്ടി രോഗി സൗഖ്യമാകും, അവരുടെ നിഴല് തട്ടി ഭൂതങ്ങൾ അലറാൻ തുടങ്ങും, അവരുടെ നിഴല് തട്ടി ആളുകൾ സൗഖ്യമാകും. അവർ കൽപ്പിച്ചാൽ മതി, മരിച്ചവൻ ഉയർക്കും. കാരണം ഇത് സാധാരണ മേശയല്ല, ഇത് ചിലതിനെ ഉയർപ്പിക്കുന്ന മേശയാണ്. യേശുവിനെ അറസ്റ്റ് ചെയ്ത് യേശുവിനെ പീലാത്തോസിൻ്റെ അത് ഗബദ എന്ന കൽത്തളത്തിലേക്ക് കൊണ്ടുവന്നു. അത് 18 പടികളുള്ള ഗബദ എന്ന കൽത്തളത്തിലേക്ക് കൊണ്ടുവന്ന് കൽക്കുറ്റിയിലേക്ക് യേശുവിനെ അത് യാഗപ്പശുവിനെ കയറുകൊണ്ട് കെട്ടുന്നത് പോലെ ചേർത്ത് വെച്ച് കെട്ടി. അത് ഒരുത്തൻ ഇടത്തും ഒരുത്തൻ വലത്തും നിന്ന് അന്ധന്മാരായ 2 പടയാളികൾ കുതിരയുടെ തോൽവാറുകൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത ചാട്ടവാറുകൾ ഉണ്ട്. ഒരുത്തൻ ഇടത്തും ഒരുത്തൻ വലത്തും നിന്ന് ഒന്ന് കുറയും 40 അടികൾ. അടി 1, അടി 2, അടി 3 എന്ന് പറഞ്ഞ് അടിക്കാൻ തുടങ്ങി. അയ്യോ, ആരാണ് അടികൊള്ളുന്നത്? ശാരോനിലെ പനിനീർ പുഷ്പമായവൻ. അത് താമര ഇതളുകൾ പോലെയുള്ള യേശുവിൻ്റെ ശരീരം അറബുശാലയിലെ കുറവ് പോലെ അടിച്ച് തകർക്കപ്പെടുന്ന അതിദാരുണ്യമായ കാഴ്ച അത് ഗബദയുടെ കൽത്തളത്തിൽ കാണാൻ കഴിയും. സ്തോത്രം. ജോസിഫസ് എന്ന ചരിത്രകാരൻ പറയുന്നത് അത് 1 അടികൾ കഴിഞ്ഞ് അത് ആളെ വലിച്ചു മാറ്റിയിട്ടിട്ട് പീലാത്തോസ് സിംഹാസനത്തിൽ വന്നിരുന്ന് കഴിയുമ്പോഴാണ് ഈ ആളെ തിരിച്ചിടുമ്പോഴാണ് ഈ മനുഷ്യൻ ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് അവർ വിധി എഴുതുന്നത്. ഭൂരിഭാഗം ആളുകളെ കുറിച്ചും ജോസിഫസ് പറയുന്നത് 1 അടി കഴിയുമ്പോൾ ഈ മനുഷ്യനെ വലിച്ചു മാറ്റിയിട്ടിട്ട് അവർ ഈ 1 അടി വാങ്ങിച്ച മനുഷ്യനെ തിരിച്ചിടുമ്പോഴേക്കും അയാൾ മരിച്ചു പോയിരിക്കും. ഭൂരിഭാഗം ആളുകൾ മരിക്കുകയാണ് പതിവ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ 1 അടികൾ യേശുവിനെ അടിച്ചിട്ട് അത് വലിച്ചങ്ങോട്ട് അവർ മാറ്റിയിട്ട് പീലാത്തോസ് സിംഹാസനത്തിൽ വന്നിരുന്ന് പേന എടുത്ത് യേശുവിൻ്റെ പേര് വെട്ടാൻ റെഡിയാ. കാരണം മരിക്കുമെന്നുള്ളത് തർക്കമില്ല. പടയാളികൾ യേശുവിനെ തിരിച്ചിട്ടു. സ്തോത്രം. തിരിച്ചിട്ടപ്പോൾ പീലാത്തോസിനെ നോക്കിയിട്ട് അവർ പറഞ്ഞു, യജമാനനെ, തീർന്നിട്ടില്ല, ഒരു ഞരക്കം ഇവിടെ ശേഷിക്കുന്നുണ്ട്.
അന്ന് യേശുവിൽ ഉണ്ടായിരുന്ന ആ ഞരക്കമാണ് ഇന്നത്തെ നിന്റെ ആരോഗ്യം. സ്തോത്രം. ഇന്നത്തെ നിന്റെ ശരീരത്തിലെ ബലം അന്ന് അവൻ്റെ ഞരക്കമാണ്. അത് പീലാത്തോസ് അത് നോക്കി നിൽക്കുമ്പോൾ ആ പാദചൂടം രക്താഭിഷേകമുള്ളവനായി മന്ദം മന്ദം അത് പീലാത്തോസിൻ്റെ ഗബത എന്ന കൽത്തളത്തിൽ യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ്. സ്തോത്രം. ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാം, പീലാത്തോസേ, നിന്റെ ഗബതയുടെ കൽത്തളത്തിൽ അടികൊണ്ട് മരിക്കാൻ വന്നവനല്ല ഞാൻ. എനിക്ക് വേണ്ടി ഒരു കാൽവറി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽ കർത്താവിനോട് പറയുന്നു, ദൈവത്തിൻ്റെ സമയത്തിന് മുൻപ് നിന്നെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയാൻ കയറി വരുന്ന ചില അകാല മൃത്യുവിൻ്റെ വ്യാപാരങ്ങളെ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവ് ശാസിക്കുകയാണ്. ഈ രാത്രിയിൽ ഈ പകൽ തിരിച്ചറിയട്ടെ, ഓ ചില അകാല മൃത്യുവിൻ്റെ വ്യാപാരങ്ങൾ ഇവിടെയും യേശുവിൻ്റെ മരണം കൊലപാതകമാക്കാൻ ഒരു ശ്രമം നടന്നു. പക്ഷേ യേശു അതിനെ അതിജീവിച്ചു. സ്തോത്രം. യേശു അതിനെ എന്ത് ചെയ്തു? അതിജീവിച്ചു. അത് ആ ഗബതയുടെ കൽത്തളത്തിൽ നിന്ന് പച്ചപ്പന്മര കുരിശുമായി തലയോട്ടിയുടെ ആകൃതി തല ഉയർത്തി നിൽക്കുന്ന ഗോൽഖോത്തയുടെ നെറുകയിലേക്ക് അത് 10 പ്രാവശ്യം വീണ്ടും എഴുന്നേറ്റും യേശു അത് ഗോൽഖോത്തയിലേക്ക് ചെന്നു. 2 തസ്കരന്മാരുടെ നടുവിൽ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ അവൻ ക്രൂശിക്കപ്പെട്ടു. സ്തോത്രം. വേഗം എന്ന് പറഞ്ഞു നിൽക്കട്ടെ, അത് ക്രൂശിക്കപ്പെട്ടു. ശബത്തടുത്തത് കൊണ്ട് ഒരാൾ ക്രൂശിൽ ഇങ്ങനെ അധികം സമയം കിടക്കാൻ പാടില്ല. അതുകൊണ്ട് യഹൂദൻ്റെ ആവശ്യമായിരുന്നു യേശു വേഗം എന്ത് ചെയ്യണം? മരിക്കണം. അതിന് അവരെന്താ ചെയ്തെന്നറിയാമോ? പീലാത്തോസിൻ്റെ അടുക്കൽ ആളെ വിട്ടിട്ട് ഒരു അധികാരപത്രം വാങ്ങിച്ചു. എന്തിന് അധികാരപത്രം? കാലൊടിച്ച് മരണം ഉറപ്പാക്കാൻ. സ്തോത്രം. നോക്കിക്ക്. എന്ന് പറഞ്ഞാൽ പണ്ട് റോമൻ കൾച്ചറായിരുന്നു, ഒരു മനുഷ്യൻ മരണാസന്നനായി കിടക്കുക, മരിക്കുന്നില്ല, അവനെ വേഗം മരിക്കാൻ വേണ്ടി അവർ ചെയ്തിരുന്നത് എന്ത് ചെയ്യുക? കാലൊടിച്ച് മരണം ഉറപ്പാക്കും. യോഹന്നാൻ എഴുതിയിട്ടുണ്ട്, കാലൊടിച്ച് മരണം ഉറപ്പാക്കും. അങ്ങനെ അങ്ങ് നോക്കി, ഒരു ഇരുമ്പ് തണ്ടുമായി ഒരു ക്രൂര നരാധമനായ പടയാളി കാൽവറിയുടെ കുലക്കളത്തിലേക്ക് കയറി വരികയാണ്. എന്തിനാ? കാലൊടിച്ച് മരണം ഉറപ്പാക്കണം. യേശുവിൻ്റെ രക്ഷയെ അത് അട്ടിമറിക്കാൻ, മരണത്തെ കൊലപാതകമാക്കാൻ ഒരുവൻ കയറി വരികയാണ്. അങ്ങനെയാണ് നിങ്ങൾ ഓർത്തു വയ്ക്കുക, യേശു നടുവിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇടത്തൂന്ന് കാലൊടിച്ചു തുടങ്ങിയാലും വലത്തൂന്ന് ഒടിച്ചാലും രണ്ടാമത് ആരുടെ കാലൊടിയണം? യേശുവിൻ്റെ കാലാണ് ഒടിയേണ്ടത്. പക്ഷെ ഞാൻ അവിടെ ഒരു കാഴ്ച കണ്ടു, പിതാവിൻ്റെ ഒരു ഇടപെടൽ കണ്ടു. എന്താ? ഈ പടയാളി അത് എന്ത് ചെയ്തു? അത് യേശുവിൻ്റെ വലത്ത് നിന്നവൻ്റെ അല്ലെങ്കിൽ ഇടത്ത് നിന്നവൻ്റെ കാല് തല്ലി ഒടിച്ചു. രണ്ടാമത് യേശുവിൻ്റെ ഒടിക്കേണ്ടത് സമയമായപ്പോൾ അവൻ എന്തോ ഒരു ബോധോദയം, അവൻ യേശുവിൻ്റെ അടുത്തോട്ട് വന്നില്ല. പകരം അവൻ അപ്പുറം വഴി കറങ്ങി വന്ന് അതേ കള്ളൻ്റെ കാല് തല്ലി ഒടിച്ചു. എന്താ കാര്യം? അത് ആ സമയം യേശു മരിച്ചിട്ടില്ല, പിതാവ് അവൻ്റെ റൂട്ട് മാറ്റിവിട്ടു. സ്തോത്രം. നോയിക്ക്, അവൻ രണ്ടാമത് യേശുവിനെ തൊടേണ്ടവൻ തൊടാതെ അത് മറ്റവൻ്റെ കാല് പോയി തല്ലി ഒടിച്ചു. എന്നിട്ട് മൂന്നാമത് യേശുവിൻ്റെ മേലേക്ക് വന്നപ്പോഴേക്കും യേശു മരിച്ചു കഴിഞ്ഞു. അർത്ഥാൽ രക്ഷ പൂർത്തിയായി. സ്തോത്രം. ഒരു കാര്യം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, അത് യേശുവിൻ്റെ അസ്ഥി ഒടിക്കാൻ വന്ന പടയാളിയുടെ റൂട്ട് മാറ്റിവിട്ട ദൈവം ഇന്ന് പകലും ഈ ഹോളിനകത്തുണ്ട്. കർത്താവിനോട് പറയുന്നു, നിന്റെ വീട്ടിൽ സംഭവിക്കേണ്ട ചിലതിൻ്റെ റൂട്ടിനെ ദൈവം മാറ്റിവിടാൻ പോകുകയാ. ചില ആക്സിഡന്റുകൾ വഴിമാറാൻ പോകുകയാണ്, ചില അനർത്ഥങ്ങൾ വഴിമാറാൻ പോകുകയാ, ചില പോരാട്ടങ്ങൾ വഴിമാറാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, അത് ചിലത് വഴിമാറുകയാണ്. സ്തോത്രം. ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. അത് പദ്ധതിയെ ദൈവം അട്ടിമറിച്ചു കളഞ്ഞു. സ്തോത്രം. ഇനി അവിടുന്ന് അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ യേശുവിനെ അടക്കി. സ്തോത്രം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപിച്ചു. സ്തോത്രം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. യേശു ഇപ്പൊ കല്ലറയ്ക്ക് തിരിക്കുക. യേശു ഇവിടെ ഇരിക്കുക. ഒരു മതവും ഒരു ഗവൺമെൻറ്റും കൂടെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചപ്പോൾ നസ്രായൻ കല്ലറയ്ക്കകത്തായി. നോക്കിക്കേ, ഒരിക്കലും ചേരാത്തൊരു മതവും ഒരിക്കലും ചേരാത്തൊരു ഗവൺമെൻറ്റും കൂടെ എന്ത് ചെയ്തു? കൈകോർത്ത് പിടിച്ചപ്പോൾ ഒരു നീതിമാൻ കല്ലറ. ആരോടോ കർത്താവ് പറയുന്നു, അത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശബ്ദം നിലപ്പിച്ച് കണ്ണു തിരുമിയടച്ച് നിന്നെ കല്ലറയ്ക്കകത്ത് ഒതുക്കാൻ തമ്മിൽ കരം കോർത്ത് പിടിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് വെട്ടിക്കളയാൻ പോകുകയാണ്. സ്തോത്രം. അത് വിശ്വസിക്കുന്നെങ്കിൽ ആത്മാവ് ജയമെടുത്തു. ചിലതിൻ്റെയൊക്കെ ദൈവാത്മാവ് ഇന്ന് പകൽ വെട്ടിക്കളയുകയാണ്. സ്തോത്രം. നോക്കിക്കേ, ഞാൻ ദൂരേക്ക് വരട്ടെ. അരിമത്യക്കാരൻ യോസഫിന്റെ കല്ലറ ഇരിക്കുമ്പോൾ യേശുവിനെ മരണം പിടിച്ചു. യേശുവിനെ മരണം പിടിച്ചു. യേശുവിനെ മരണം പിടിച്ചു. എന്താ അതിന്റെ പ്രത്യേകത അറിയാമോ? പണ്ട് ഈ മരണം പിടിച്ച പലരെയും മരണത്തിന്റെ കയ്യിൽ നിന്ന് റിലീസാക്കിയ ആളാണ് യേശു. ശരിയല്ലേ? സ്തോത്രം. പണ്ട് ലാസറിനെ 4 ദിവസം മരണം പിടിച്ചു വെച്ചു. 4-ാം ദിവസം യേശു റിലീസ് ചെയ്തു. വിധവയുടെ മകനെ ഒരു ദിവസം മുഴുവൻ പിടിച്ചു വെച്ചു, യേശു റിലീസ് ചെയ്തു. യായിറോസിന്റെ മകളെ ചില മണിക്കൂറുകൾ പിടിച്ചു വെച്ചു, യേശു എന്ത് ചെയ്തു?
റിലീസ് ചെയ്തു. പക്ഷേ ഇന്നലകളിൽ മരണം പിടിച്ചു വെച്ച പലരെയും മരണത്തിൻ്റെ കരത്തിൽ നിന്ന് രക്ഷിച്ചവനെ ഇന്ന് മരണം പിടിച്ചു. പാസ്റ്റർമാരൊക്കെ ഓർത്തോണം. സ്തോത്രം. നീ പ്രാർത്ഥിച്ചടിച്ച പലരുടെയും കെട്ടുകൾ അത് നാളെ നിനക്ക് നേരെ തിരിഞ്ഞു കയറി വരും. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നലകളിൽ പ്രാർത്ഥിച്ചു മരണത്തിൽ നിന്ന് പലരെയും വിടുവിച്ചവന് ഇന്ന് മരണം എന്ത് ചെയ്തിരിക്കുക, പിടിച്ചിരിക്കുക. പക്ഷെ മരണത്തിന് തെറ്റുപറ്റി പിടിച്ചത് സാധാരണക്കാരനെ അല്ല. സ്തോത്രം. മരണത്തിന് അവസാനം പറ്റി ഇത് സാധാരണക്കാരനെ അല്ല പിടിച്ചു വെച്ചത്. സ്തോത്രം. ഇതാ മൂന്നാമത്തെ ദിവസം ഞാനൊരു കാഴ്ച കണ്ടു. പിതാവിൻ്റെ വലതുഭാഗത്ത് അത് പരിശുദ്ധാത്മാവ് അരമുറുക്കുകയാണ്. പരിശുദ്ധാത്മാവ് ബെൽറ്റ് മുറുക്കുക. ഞാൻ പിതാവ് ചോദിച്ചു കാണും, പരിശുദ്ധാത്മാവിനോട് എവിടെ പോകുകയാ? പരിശുദ്ധാത്മാവ് പറഞ്ഞു, എനിക്ക് ഭൂമിയിൽ പോകണം, പുത്രനെ എന്ത് ചെയ്യണം, ഉയർപ്പിക്കണം. പിതാവ് ചോദിച്ചു, ഇപ്പൊ തന്നെ പോകണോ? പരിശുദ്ധാത്മാവ് പറഞ്ഞു, പോയേ പറ്റൂ. എന്താ കാര്യം? അത് 4 ദിവസമായ നാറ്റം വെക്കും. നാറ്റം വെക്കുന്നതിന് മുമ്പ് എനിക്ക് പുത്രനെ ഉയർപ്പിക്കണം. സ്തോത്രം. മനസ്സിലായില്ലേ? നിന്റെ വീടിനകത്തൊരു നാറ്റക്കേസ് വരാൻ, നീ ചെയ്യുന്നത് കാണാൻ, നീ ദുർഗന്ധം വഹിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന പലരുമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, നീ ചെയ്യുന്നതിന് മുൻപ്, നീ നാറുന്നതിന് മുൻപ് നിന്നെ ഉയർപ്പിച്ചെടുക്കുന്ന പരിശുദ്ധാത്മാവ്, നിന്നെ റിലീസ് ചെയ്യുന്ന പരിശുദ്ധാത്മാവ്, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ്. വിശ്വസിക്കാൻ തയ്യാറാകും. നിന്നെ ഒരു ദുർഗന്ധത്തിനായി നിന്നെ ചർച്ച ചെയ്യാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. അതിനു മുൻപ് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി ദൈവദാസന്മാരെ. കാരണം ചരിത്രം ഇന്നുവരെ കാണാത്തൊരു ഉയർപ്പ് നടത്താൻ പരിശുദ്ധാത്മാവ് ബെൽറ്റ് മുറുക്കുക. ആദ്യ ഫലമാ എന്നോട് ഈ ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ചരിത്രം ഇന്ന് വരെ കാണാത്തൊരു ഉയർപ്പ് നടത്താൻ പരിശുദ്ധാത്മാവ് ആദ്യ ഫലത്തെ ഉയർപ്പിക്കാൻ ബെൽറ്റ് മുറിക്കിയതുപോലെ നിന്റെ സഭയുടെ ചരിത്രത്തിൽ, നിന്റെ ശുശ്രൂഷയുടെ ചരിത്രത്തിൽ, നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത ചില അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാൻ, ചില അടയാളങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അരമുറുക്കുന്ന കാഴ്ച, പരിശുദ്ധാത്മാവ് ബെൽറ്റ് മുറുക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുന്നു, നീ റിസീവ് ചെയ്തുകൊള്ളുക. ചില ഉയർപ്പുകൾ സംഭവിക്കാൻ പോകുകയാ. കല്ലറയിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് യേശുവിന്റെ കയ്യെ പിടിച്ചു. യേശുവിന്റെ കയ്യിൽ പിടിച്ചെന്നേ അങ്ങനെ തന്നെ ആ വാക്യം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. കല്ലറയെന്ന് പിടിച്ച ഈ പിടി എപ്പോഴാ വിട്ടെന്നറിയാമോ? സ്തോത്രം. എപ്പോഴാ വിട്ടത്? വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും വരുവാനുള്ളതിനും ഇപ്പോൾ ഉള്ളതിനും സകലത്തിനും മീതെ അവനെ കൊണ്ട് ഇരുത്തിയിട്ട് പരിശുദ്ധാത്മാവ് പിടിവിട്ടു. എല്ലാം മനസ്സിലായോ? ഞാൻ ക്രിസ്ത്യൻ ബ്രദറിന്റെ കയ്യെ പിടിച്ചു. ഞാൻ പിടിച്ചോണ്ട് വരികയാണ്. പിടിച്ചോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് കസേര കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു? പിടിവിട്ടു. അതെന്താ കാര്യമുണ്ട്. സ്വർലോകങ്ങളിൽ ദുഷ്ടാത്മസേനയുണ്ട്. ഉയർപ്പിനെ തടയാൻ പലതും നിപ്പുണ്ട്. സ്തോത്രം. അതുകൊണ്ട് യേശുവിൻ്റെ കയ്യിൽ പിടിച്ച പരിശുദ്ധാത്മാവ് തടയാൻ പറ്റുന്നവൻ തടയട എന്ന് പറഞ്ഞുകൊണ്ട് അത് യേശുവിനെ ഉയർപ്പിച്ച് സ്വർലോകങ്ങളിലെ വാഴ്ചകൾക്കും ദുഷ്ടാത്മസേനകൾക്കും തൊടാൻ കഴിയാത്ത ലെവലിൽ അവനെ കൊണ്ടുവന്ന് സകലത്തിനും മീതെ ഇരുത്തി. ഇന്ന് പകൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ കരത്തിൽ പിടിച്ചാൽ നിന്നെ ഇരുത്തേണ്ടിടത്ത് കൊണ്ട് ഇരുത്താതെ, നിന്നെ എത്തിക്കേണ്ടിടത്ത് കൊണ്ട് എത്തിക്കാതെ അവൻ പിടിവിടുന്ന ദൈവമല്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്ക്. ഏതെല്ലാം മന്ത്രവാദികൾ എതിര് നിന്നാലും, ഏതെല്ലാം ആഭിചാരകന്മാർ എതിര് നിന്നാലും നിന്റെ കരത്തെ പിടിച്ചത് പരിശുദ്ധാത്മാവാണോ? നിന്നെ അവൻ ഇരുത്താനിടത്ത് കൊണ്ട് ഇരുത്താതെ, എത്തിക്കാനിടത്ത് കൊണ്ട് എത്തിക്കാതെ അവൻ പിടിവിടുന്ന ദൈവമല്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പത്രോസ് പറഞ്ഞതുപോലെ നമുക്ക് അവനോട് ചേർന്ന് പറയാം, മരണത്തിന് എന്നെ പിടിച്ചു വെക്കുന്നത് പിടിച്ചു. പക്ഷേ 3-ാം ദിവസം മരണത്തിന് മനസ്സിലായി, എനിക്ക് പിടിക്കാൻ പറ്റാത്ത റേഞ്ച് ഉള്ളവനെയാണ് ഞാൻ പിടിച്ചത്. അതുകൊണ്ട് അവനെ പിടിച്ചു വെക്കാൻ എനിക്ക് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. ഇന്ന് ആരോടൊക്കെയോ കർത്താവ് വിളിച്ചു പറയുന്നു, നിന്നെ ഏതൊക്കെയോ രോഗം പിടിച്ചിട്ടുണ്ട്, നിന്നെ ഏതൊക്കെയോ ഞെരുക്കം പിടിച്ചിട്ടുണ്ട്, നിന്നെ ഏതൊക്കെയോ ശാപം പിടിച്ചിട്ടുണ്ട്, നിന്നെ ഏതൊക്കെയോ മന്ത്രവാദിയുടെ ആഭിചാരങ്ങൾ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകൽ അതേ ശിംശോൻ കുടഞ്ഞതുപോലെ ഒന്ന് കുടയണം. സ്തോത്രം. എന്തിനാണെന്നറിയാമോ? ആ വാക്കുച്ചരിച്ചോണ്ട് കുടയണം. എന്നെ പിടിച്ചു വെക്കുന്നത്, രോഗാത്മാവെ എന്നെ പിടിച്ചു വെക്കുന്നത്, ഹേ ദുരാത്മാവെ എന്നെ പിടിച്ചു വെക്കുന്നത്, ഹേ ഞെരുക്കത്തിന്റെ ആത്മാവെ എന്നെ പിടിച്ചു വെക്കുന്നത് നിനക്ക് അസാധ്യമാണ്. തലകൾ വണക്കാം, കണ്ണുകളടയ്ക്കാം, വേഗം പ്രാർത്ഥിക്കാം. സ്തോത്രം.
കർത്താവിൻ്റെ മേശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മുഖവുരകളൊന്നുമില്ലാതെ മേശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തോത്രം. വളരെ വേഗം എന്താണ് കർത്താവിൻ്റെ മേശ? സ്തോത്രം. നമുക്ക് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം, സ്തോത്രം, 1 വേഗം വായിച്ച് നമുക്കതിലേക്ക് പ്രവേശിക്കാം. അത് കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ പ്രായോഗിക ഉപദേശങ്ങൾ പൗലോസ്ലീഹ നൽകിയിരിക്കുന്ന വേദഭാഗം നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വായിച്ചു. ആ 11:23 മുതൽ വായിച്ചു. ഇരുപത്തിനാല് 25 വാക്യങ്ങൾ പറയുന്നു. എന്താണ് കർത്തൃമേശ? ഇത് കർത്താവിൻ്റെ ഓർമ്മയെ പുതുക്കുന്ന ശുശ്രൂഷയാണ് കർത്തൃമേശ. പുതിയ നിയമത്തിൽ 2 അനുഷ്ഠാനങ്ങൾ മാത്രമേ കാർമ്മികത്വ ശുശ്രൂഷയെ തന്നിട്ടുള്ളൂ. 1 സ്നാനം, 1 കർത്തൃമേശ. എന്നാൽ സ്നാനവും കർത്തൃമേശയും തമ്മിലുള്ള ബന്ധം ഇത് രണ്ടും കർത്താവാണ് കൽപ്പിച്ചത്. സ്നാനം കർത്താവ് കൽപ്പിച്ചു. എപ്പോൾ കൽപ്പിച്ചു? ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം. കർത്തൃമേശ കർത്താവ് എപ്പോൾ സ്ഥാപിച്ചു? അത് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ്, ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് സ്ഥാപിച്ചു. സ്തോത്രം. അപ്പോൾ എന്താണ് കർത്തൃമേശ? അവിടെ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഓർമ്മയ്ക്കായി എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവിൻ്റെ ക്രൂശിനെ ഓർക്കുന്നതാണ്, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്നതാണ് കർത്താവിൻ്റെ മേശ. വായിച്ചു. അപ്പോൾ നാം അപ്പം തിന്നുന്നത്, പാനപാത്രം കുടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ മരണത്തെ എന്ത് ചെയ്യുന്നു? അപ്പോൾ കർത്താവിൻ്റെ മരണത്തിനൊരു പേര് കൊടുക്കാം, പ്രായശ്ചിത്ത മരണം എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായി കർത്താവ് എന്ത് ചെയ്തു? മരിച്ചു, പകരക്കാരനായി മരിച്ചു. പ്രായശ്ചിത്ത മരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട്, എൻ്റെ പാപം ചുമന്നുകൊണ്ട് പാപമാക്കപ്പെട്ട് പാപമറിയാത്ത പരമപരിശുദ്ധൻ ക്രൂശിൽ കയറി എനിക്ക് പകരം മരിച്ചു. കാരണം നീ നരകത്തിൽ പോകേണ്ടതിന് പകരം യേശു ക്രൂശിൽ നരകത്തിൻ്റെ മുഴുവൻ വേദനകളും അനുഭവിച്ചു. നീ നരകത്തിൽ ദാഹിക്കേണ്ടതിന് പകരം ക്രൂശിൽ നരകത്തിൻ്റെ ദാഹം മുഴുവൻ യേശു ഏറ്റെടുത്തു. നീ നരകത്തിൽ പോയി ഇരുട്ടിൽ കിടക്കേണ്ടതിന് പകരം യേശു ക്രൂശിൽ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ആ നരകത്തിന്റെ ഇരുട്ട ക്രൂശിൽ ഏറ്റെടുത്തു. അങ്ങനെങ്കിൽ ഈ മരണം പ്രായശ്ചിത്ത മരണമാണ്. ഇത് യേശുവിന്റെ മരണത്തെ അത് പ്രസ്താവിക്കുന്നു. അടുത്ത വായിച്ചാട്ടെ. അപ്പോൾ ഈ കർത്തൃമേശയിൽ കൈനീട്ടുന്നവർ അയോഗ്യമായി അപ്പം തിന്നരുത്, പാനപാത്രം എന്ത് ചെയ്യരുത്? കുടിച്ചാൽ ആ അപ്പവും പാനപാത്രവും ഭക്ഷിച്ച ആളുകൾ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് എന്ത് ചെയ്യും? കുറ്റക്കാരനാകും. എന്ന് പറഞ്ഞാൽ അർത്ഥം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേശയിൽ കൈനീട്ടാൻ ഞാൻ യോഗ്യത ഉള്ളവനാണോ എന്ന് സ്വയം പരിശോധിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, യോഗ്യതയില്ല. നിങ്ങൾ ഇതിൽ കൈവച്ചാൽ നിങ്ങൾ രോഗികളാകും. നിങ്ങൾക്ക് രോഗമുണ്ട്, നിങ്ങൾക്കിത് കൈവെക്കാൻ യോഗ്യതയുണ്ട്, എടുത്താൽ രോഗസൗഖ്യമുണ്ടാകും. എന്ന് പറഞ്ഞാൽ അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ രക്തവും ശരീരം സംബന്ധിച്ച് കുറ്റക്കാരനാകുമെന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെടും. എന്നാൽ യോഗ്യമായി കൈനീട്ടിയാൽ ഒരനുഗ്രഹം നിങ്ങളുടെ മേൽ വരും. സ്തോത്രം. നോക്കിക്കേ, അടുത്ത എന്താ പറയുന്നത്? തിന്നുകയും കുടിക്കുകയും ചെയ്തവൻ എന്ത് ചെയ്യണം? ശരീരത്തെ വിവേചിക്കണം. 2 തരത്തെ അതിനെക്കുറിച്ച് പറയുന്നു. ചിലർ പറയുന്നു അവനവൻ്റെ ശരീരത്തെ എന്ന്, ചിലർ പറയുന്നു ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന്, യേശുവിൻ്റെ ശരീരത്തെ എന്ന്. എന്താണെങ്കിലും ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ അവൻ എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കർത്തൃമേശയിൽ കൈനീട്ടാനുള്ള ശോധന ചെയ്യേണ്ടത് അവനവനാണ്. വ്യസനത്തിനുള്ള മാർഗം അടുത്തിരിക്കുന്നവരുണ്ടോന്നല്ല, പാസ് നോക്കാനല്ല, അവനവൻ പരിശോധിച്ചോണം. ഇതിനകത്ത് കൈ നീട്ടിയിട്ട് നാളെ എന്തേലും വന്ന ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. സ്തോത്രം. ഓക്കെ, എന്താ അതിൻ്റെ അർത്ഥം? അത് ഒരാൾ യാഗം കഴിക്കാൻ വേണ്ടി പോകുമ്പം എൻ്റെ സഹോദരൻ എന്നോട് എന്തോ ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ വന്നാൽ യാഗം നിർത്തണമെന്നാണ് പറഞ്ഞത്. ആദ്യം പോയി ക്രമീകരിച്ചിട്ട് യാഗം കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കാരോടെങ്കിലും ഉണ്ടെങ്കിലെന്നല്ല, നമുക്കാരോടുണ്ടെങ്കിലും ഒരിക്കലും കർത്തൃമേശ കൈ നീട്ടരുത്. എന്നാൽ
നമ്മോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നൽ വന്നാൽ അത് ക്രമീകരിച്ചിട്ടും കൂടെ വേണം എന്ത് ചെയ്യാൻ? കർത്തൃമേശയിൽ കൈവെക്കാൻ. സ്തോത്രം. അടുത്ത വായിച്ച്. 3 കാര്യങ്ങൾ എഴുതിയിട്ടിരുന്നു. 1, അയോഗ്യമായി കൈനീട്ടിയാൽ ബലഹീനത ഉണ്ടാകും, രോഗമുണ്ടാകും, മരണമുണ്ടാകും. എനിക്കറിയാം വളരെ വ്യക്തമായിട്ട്. ഒരു സഹോദരി കർത്തൃമേശ എടുത്തിട്ട് വയറു വീർത്ത് മരിച്ചു ഒരു സഹോദരി എനിക്കറിയാം. സ്തോത്രം. അവരുടെ മരുമോൾ എന്നോട് പറഞ്ഞു, അമ്മ മരിച്ചതിൻ്റെ കാര്യം കർത്തൃമേശയാണ്, തലേ രാത്രി ഭയങ്കര പൂകലായിരുന്നു വീട്ടിൽ നിന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കിക്കേ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ മേശ സാധാരണ എല്ലാ ആഴ്ചയിലും ചില സമയം മേശയുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഗൗരവത്വം പലർക്കുമില്ല. ചില സഭകളിൽ മാസത്തിൽ ഒരു മേശയുള്ളൂ. ചില സഭകളിൽ 3 ദിവസം ഉപവാസം വെച്ചിട്ടാണ് മേശ. ഞാൻ പറയാറുണ്ട് കർത്തൃമേശ, എൻ്റെ സഭയിൽ കർത്തൃമേശ എപ്പോഴാണെന്ന് ഞാൻ ആരോടും പറയത്തില്ല. മുന്നറിയിപ്പൊന്നുമില്ല. ആളുകൾ കയറി വരുമ്പോൾ മേശ കണ്ട് ഭയപ്പെടണം. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ആഴ്ചയിലും ഇതെടുക്കാനുള്ള പ്രാഗൽഭ്യത്തിൽ വേണം ആളുകൾ വരാൻ. സ്തോത്രം. കർത്താവ് കോളിംഗ് ബെൽ അടിച്ചിട്ട് നാളെ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടല്ല കർത്താവ് വരുന്നേ. സ്തോത്രം. എന്നതുപോലെ എപ്പോൾ മേശ വെച്ചാലും അതെടുക്കാനുള്ള യോഗ്യതയിൽ വേണം നാം മേശയിൽ പങ്കെടുക്കാൻ. സ്തോത്രം. അടുത്തെന്താ പറയുന്നത്? വായിച്ച്. ഞാൻ നിങ്ങൾക്ക് 2 സെക്കൻഡ് തരും. തമ്മെ തന്നെ എന്ത് ചെയ്തോണം? വിധിച്ചോണം. കർത്തൃമേശ കൈനീട്ടാൻ ഞാൻ യോഗ്യനോ അയോഗ്യനോ, എന്നിൽ കറയുണ്ടോ പാപമുണ്ടോ എന്ന് പരിശോധിക്കണം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചെല്ലാവരും പ്രാർത്ഥിക്കാം. ധ്യാനത്തോടെ ദൈവസന്നിധി കുറവുകൾ ഏറ്റുപറഞ്ഞ് ക്രൂശിന്മേ കാണുന്ന ക്രൂശിന്മേ കർത്താവിന്റെ കാൽവരിയെ ധ്യാനിച്ച് ക്രൂശിന്മേ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയാണിത്. അവന്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്ന ശുശ്രൂഷയാണിത്. പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. കർത്തൃമേശയുടെ ശുശ്രൂഷകൾക്കായി ഒരു വാക്കിൽ ആത്മനിയോഗമുള്ള ഒരാൾക്ക് പ്രാർത്ഥിക്കാം, പെട്ടെന്ന്, സമയം കളയാതെ.
ദൈവത്തിൻ്റെ ഏകപുത്രൻ മാവിക ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഏരിവാ ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഏരിവാൻ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരക്ഷാകരാ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരക്ഷാകരാ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരക്ഷാകരാ ക്രൂശിൽ കൈകാലുകളെ താൻ വിരിച്ചു ക്രൂരന്മാരാണി കൊണ്ടതിൽ തറച്ചു കൊടിയ വേദന എനിക്കായി സഹിച്ചു എൻ്റെ യേശുവിനു മഹത്വം യേശുവിനു മഹത്വം മഹത്വം എൻ്റെ യേശുവിനു മഹത്വം ഓ കുരിശിലവൻ മരിച്ചൻ പേർക്കായി എൻ്റെ യേശുവിനു മഹത്വം. Can we sing it again? യേശുവിനു മഹത്വം യേശുവിനു മഹത്വം മഹത്വം എൻ്റെ യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചു കുരിശിലവൻ മരിച്ചൻ പേർക്കായി എൻ്റെ യേശുവിനു മഹത്വം. പാപത്തിൻ വൻ വിഷത്തെ ഒഴിപ്പാൻ സാത്താൻ തന്നൂടെ ബലം
രക്ഷകനീക്ഷിതിയിൽ വന്നു എൻ്റെ യേശുവിനു മഹത്വം. യേശുവിനു മഹത്വം, മഹത്വം. യേശുവിനു മഹത്വം. ഓ കുരിശിലവൻ മരിച്ചൽ പേർക്കായി എൻ്റെ യേശുവിനു മഹത്വം. Crucified, laid behind the stone, you live to die, rejected and alone, like a rose trampled on the ground. You took the fall and thought of me crucified. Oh, crucified, laid behind the stone, you live to die, rejected and alone, like a rose trampled on the ground. You took the fall and thought of me above. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അന്യമായി വെളിപ്പെടുവാൻ കാക്കപ്പെടുവാനാകട്ടെ. നിങ്ങളെ വിളിക്കുന്ന
എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷകാസ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിനാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിനാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ആർക്കും നിശ്ചയം എൻ വിരുദനിക്കു ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു നാം രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും അന്നു നാം രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും വന്നു നാം രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും വന്നു നാം രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. ഓരികം ഷാദേ രഗടക്കേദേ രഗടാദോ രഗടം ശതകരക്കേരേ ദരവിശാരാദര വൈഡം ഷാദേ അച്ചുന റക്കവാന ശക്കേരേ രക്കറ്റേരേ വൈഡവരേഗന ഹദുനഗ രഗജഗ രഗദേ ഉടവാന റക്കവാന ശക്കേറ്റേരേ അച്ചുന രേഗജ വൈഡ രേക്കേ ഹദുന രഗജ രഗന രഗജ വൈഡവരേഗന ഹദുനഗ രഗജേ വൈഡ പ്രൗഡഗ രേക്കറ്റേരേ ശക്കവാന. ഓ